നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി CPM-നെയും LDF-നെയും ചില്ലറ പ്രതിസന്ധിയിലല്ല എത്തിച്ചിരിക്കുന്നത്. തിരുത്താതെ മുന്നോട്ട് പോകാനാവില്ലെന്ന മുന്നറിയിപ്പുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. തിരുത്തണമെന്ന ആവശ്യത്തിനിടെ കൂറിലോസ് തിരുമേനിയെ തിരുത്തിക്കാൻ ശ്രമിച്ചതും വിവരദോഷി പരാമർശവും കൂനിന്മേൽ കുരുവായിട്ടുണ്ട്. മുസ്ലിം പ്രീണനം, ക്രൈസ്തവരെയും പിന്നാക്കക്കാരെയും അകറ്റിയതും BJP തൃശൂർ നേടിയതും പരമ്പരാഗത വോട്ടുകൾ പോലും ചോർന്നത് നോക്കി നിൽക്കേണ്ടി വന്നതും സർക്കാർ വിരുദ്ധത പ്രകടമായതുമൊക്കെ പിണറായിക്കും ടീമിനും മറികടക്കേണ്ടി വരും. സമീപകാല ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഘടകകക്ഷികൾക്ക് വഴങ്ങി രാജ്യസഭാ സീറ്റ് തീരുമാനിക്കേണ്ടി വന്നത് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി കാരണമാണ്. 2019 വൻ തോൽവിക്ക് ശേഷം 2021 തിരിച്ചു വന്നുവെന്ന മറുപടി മാത്രം മതിയോ ഇപ്പോൾ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഒന്നും ശരിയാകുന്നില്ലേ? പ്രൈം ഡിബേറ്റിൽ CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, കോൺഗ്രസ് പ്രതിനിധിയായ ശ്രീ അനിൽ ബോസ്, BJP പ്രതിനിധിയായ ശ്രീ TP ജയചന്ദ്രൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ അനിൽ ബോസ്, ഈ CPM-ന്റെ വിലയിരുത്തലുകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, LDF-ന്റെയും വിലയിരുത്തൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ കനത്ത തോൽവിയെക്കുറിച്ച്. പക്ഷേ പൊതുവെ ചർച്ചകളിലൊക്കെ ഉയർന്നു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2019 തോൽവി ഇതിനേക്കാൾ ഭയങ്കരമായിരുന്നു, പക്ഷേ അതിൽ നിന്ന് 2021 തിരിച്ചു വന്നില്ലേ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് മതിയാകുമോ? 2019 സാഹചര്യമായിരുന്നോ 2024 കണ്ടത്? ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വോട്ട് മറിച്ചു എന്നുള്ള പതിവ് പല്ലവിയൊക്കെ അതിനൊന്നും പ്രസക്തിയില്ലാത്ത ഒരു സമയമായി മാറിയിരിക്കുകയാണല്ലോ. ഇപ്പോൾ സാമുദായിക നേതാക്കളും അതുപോലെ തന്നെ ഈ ഘടകകക്ഷികൾക്കുള്ളിൽ തന്നെ അവരുടെ യോഗങ്ങളിൽ ഉയർന്നു വരുന്ന വികാരവും, അത് പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളല്ല, പക്ഷേ എന്തായാലും രഹസ്യമായിട്ടും ഒക്കെ പറയുന്ന കാര്യം, പിന്നെ യോഗങ്ങളിൽ സംസാരിക്കുന്നതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ തിരുത്തൽ വേണ്ടി വരും. പക്ഷെ അങ്ങനെ ഒരു മനോഭാവം മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ ഇപ്പോൾ? കഴിഞ്ഞ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിജയഫലവും ഇന്നത്തെ ഫലവും തമ്മിൽ ഗജാന്തര വ്യത്യാസമുണ്ട്. അന്ന് ഒരു മണ്ഡലത്തിലും രണ്ടാം സ്ഥാനത്ത് അല്ലെങ്കിൽ ജയിക്കുന്ന സ്ഥിതിയിലേക്ക് BJP-യോ ദേശീയ സഖ്യമോ വന്നില്ല. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണോ? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയെ മറികടന്നുകൊണ്ട് രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിയുക, ഇപ്പം ഞാൻ പങ്കെടുക്കുന്ന എൻ്റെ ജില്ല എന്ന് പറയുന്ന ആലപ്പുഴയാണല്ലോ. ആലപ്പുഴ ജില്ലയിൽ 1,05,000-ഓളം വോട്ടുകൾ LDF-ന് പോയിരിക്കുന്നു. ഇത് കേരളത്തിലെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിലെ സ്ഥിതിയാണ്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ പിന്നെ UDF-ന് 2014-ലും 2019-ലും കിട്ടിയതിനേക്കാൾ 5,000-ഓളം വോട്ട് കൂടുതൽ വരുമ്പോൾ അവിടെ V മുരളീധരൻ ആർജിച്ച വോട്ട് ആരുടെയാണ് എന്നത് ഞെട്ടലുളവാക്കുന്നതാണ്. LDF-ന്റെ വോട്ടാണ്. അങ്ങനെ CPM-നും LDF-നും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ മടിയില്ലാത്തൊരു സമൂഹമുണ്ടായെങ്കിൽ അത് പരിശോധിക്കണം. അത് 2019-ഉം 2024 ഒരുപോലെയല്ല എന്ന് ഇനിയെങ്കിലും CPM ഇടതുപക്ഷ മുന്നണി തിരിച്ചറിയണം. ഇന്ന് തന്നെ നിങ്ങൾ കണ്ടല്ലോ, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എത്രയോ ധൈര്യത്തോടും പരസ്യവുമായിട്ടാണ് ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. എന്താ പറഞ്ഞത് അദ്ദേഹം? CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ സാഹചര്യമായത് ഞങ്ങളടക്കം പിന്തുണച്ച് ഞങ്ങൾ സീറ്റ് കൊടുത്ത രണ്ടിടത്ത് ജയിച്ചതുകൊണ്ടാണ്. ഒരിടത്ത് ഞങ്ങളുടെ സീറ്റാണ് കൊടുത്തത്, ഒരിടത്ത് ഏറ്റവും സുരക്ഷിതമായ 5 ലക്ഷത്തോളം വോട്ടുകൾക്ക് ജയിക്കുന്ന DMK-യുടെ സീറ്റ് അതുകൂടെ കൊടുത്തില്ലുള്ള സ്ഥിതി എന്താ? കോൺഗ്രസ് രാജസ്ഥാനിൽ സീക്കാർ സീറ്റ് കൊടുത്തില്ലുള്ള സ്ഥിതി എന്താ ഇവരുടെ? അപ്പം അത്രയും വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഞങ്ങൾ ഇടതുപക്ഷത്തെ ഉൾക്കൊള്ളുമ്പോൾ ആ ഇടതുപക്ഷം അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന പാർട്ടി എന്നുള്ളതിൽ CPM എന്ത് സമീപനമാണ് ഞങ്ങളോട് സ്വീകരിച്ചത്? രാഹുൽ ഗാന്ധിക്കെതിരെ BJP-യുടെ പ്രവർത്തകർ പോലും പറയാത്ത നിഷ്ഠൂരമായ വാക്പ്രയോഗങ്ങൾ നടത്തിയത് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ അതൊന്നും കൊണ്ട് CPM-ന് ഒരു നേട്ടവും ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, അത്രയും രൂക്ഷമായി BJP വിമർശിക്കുന്നത് പോലെ ഒരു പടി കടന്നോ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയുടെ DNA വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുമ്പോൾ തിരിച്ചടി എവിടെ ഉണ്ടായെന്ന് അവർ പരിശോധിക്കട്ടെ.
അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഈ വർഗീയ ശക്തികളുടെ കടന്നുകയറ്റത്തെ ചെറുക്കാനുള്ള ബാധ്യത ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണല്ലോ CPM കൂടി. കേരളത്തിൽ ശരി ശ്രീ അനിൽബോസ്, പക്ഷേ താങ്കൾ പറഞ്ഞു വന്നത് രണ്ട് വൈരുദ്ധ്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാട്ടട്ടെ. 2019 BJP ഒരിടത്തും ഈ ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്കോ വന്നില്ല എന്ന് താങ്കൾ പറയുമ്പോൾ തിരുവനന്തപുരത്ത് അവർ അന്ന് രണ്ടാം സ്ഥാനത്തായിരുന്നു. പിന്നെ തലസ്ഥാനത്തെ നേമത്ത് അവർ അന്ന് ഒന്നാമത് എത്തിയതുമാണ്. ശരിയാണ്, അങ്ങനെ താങ്കൾ ചില പെട്ടെന്ന് ഓർത്തെടുത്തപ്പോഴുള്ള പ്രശ്നമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ വ്യത്യസ്തമാണ് 2024 സ്ഥിതി. 11 മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 8 അവർക്ക് രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 19 ഇടത്തെ ഒന്നാം സ്ഥാനത്തെത്താൻ LDFന് കഴിഞ്ഞിട്ടുള്ളൂ എന്നതും ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തിരുത്തി തന്നെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ശരി, ഞാൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇതിപ്പോൾ കാണുന്നത് തിരുത്തും എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും തിരുത്തിക്കാനുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പാണോ ചർച്ച ചെയ്യുന്നത്? എന്തോ നിങ്ങൾ ഈ ചർച്ച നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 2019 2024 ചർച്ച ചെയ്യുന്നത്. അതല്ല നിയമസഭാ സീറ്റുകളുടെ എണ്ണം തിരുത്തിക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന്. അതിനൊരു ഉദാഹരണമാണല്ലോ കുറിലോസ് തിരുമേനിയെ തിരുത്തിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചതും വികലമായ ഒരു പദപ്രയോഗം നടത്തിയതും. വിവരദോഷി എന്നൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിമർശനം ഉന്നയിച്ച ആളോടാണ്, അതും ഇടതുപക്ഷം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളോടാണ് അങ്ങനെ ഒരു വിമർശനം മുഖ്യമന്ത്രി ഉന്നയിച്ചത്. അത് പൊതുവെ പൊതുസമൂഹത്തിൽ ഒട്ടും അതിന് അംഗീകാരം കിട്ടിയിട്ടുമില്ല. വലിയ എതിർപ്പ് അക്കാര്യത്തിൽ ഉണ്ടാകുന്നുമുണ്ട്. അത് ഏത് പാർട്ടി സഖാക്കളോട് ചോദിച്ചാലും അത് തെറ്റായിപ്പോയി അങ്ങനെ എന്ന് പറയുകയും ചെയ്യും, രഹസ്യമാണെങ്കിൽ കൂടി. ഞാൻ രഹസ്യമായി എന്ന് പറയുന്നത് ഇത്ര വലിയ തോൽവി ഉണ്ടായിട്ടും മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ എതിർത്തൊരു ശബ്ദം പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമീപനം കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാനാവും? 2019 അല്ല 2024 കണ്ടത്. ഈ തമ്മിൽ വോട്ട് മറിക്കലിൻ്റെ കഥ പറയുമെങ്കിലും അങ്ങനെ വോട്ട് മറിക്കലൊന്നുമല്ല സംഭവിച്ചത്. ജനങ്ങൾ സ്വമേധയാ വന്ന് വോട്ട് ചെയ്യുകയായിരുന്നു. അത് UDFന് കൂടുതൽ വോട്ട് ചെയ്തു. BJPയെ അവർ കാണേണ്ടതുപോലെ തന്നെ കണ്ടു ജനങ്ങൾ. അതാണ് അവരുടെ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായിരിക്കുന്ന, വോട്ട് ഷെയറിലുണ്ടായിരിക്കുന്ന ഈ വലിയ വ്യത്യാസത്തിന് കാരണമായതും ഒരു സീറ്റ് നേടാൻ കഴിഞ്ഞതും. അതിൽ ഇന്ന വിഭാഗം എന്നില്ല. ഒരു ഹിന്ദു പാർട്ടി എന്ന നിലയിൽ നിന്ന് അതിനേക്കാളൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചത് കൊണ്ടാണ് തൃശ്ശൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ജയിക്കാൻ കഴിഞ്ഞതും. ഇതൊക്കെ തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. മഞ്ജുഷ്, ഇക്കാര്യത്തില് ഇടതുപക്ഷം വലിയൊരു വിചിന്തനത്തിന്റെ പാതയിലാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ CPM ഇക്കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ പഠനം നടത്തുന്നുണ്ട്. ആ പഠനത്തെ തുടർന്ന് എവിടെയാണ് CPIMന് പിശക് പറ്റിയത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള വലിയ പാഠം CPIM ഉൾക്കൊള്ളുമെന്ന് തന്നെയാണ് ഞാൻ ഇക്കാര്യത്തിൽ കാണുന്നത്. അതിനപ്പുറം CPIMനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2019 പാറ്റേണും 2024 പാറ്റേണുമാണ് നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPIMന് ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2024 അതുതന്നെ ആവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് CPIM നൽകുന്ന വലിയ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPIM നിർത്തിയിരുന്ന സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് CPIMന്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിർത്തിയിരുന്നത്. ഒരുപക്ഷെ എന്നിട്ടും CPIMന് ഉദ്ദേശിച്ച തരത്തിൽ വിജയം നേടാനായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു ഘട്ടമാണ്. അപ്പോൾ അവിടെ തിരുത്തു തന്നെ ചെയ്യും. അങ്ങ് നേരത്തെ ചോദ്യത്തിനോടൊപ്പം ചോദിച്ചത് അഭിവന്ധ്യ പിതാവ് കുർലോസ് തിരുമേനിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള വാക്പ്രയോഗം അത് തെറ്റാണെന്ന് തന്നെയാണ് എന്റെ നിഗമനം. ഒരു തരത്തിലും മുഖ്യമന്ത്രിയെ പോലുള്ള പിണറായി വിജയനെ പോലുള്ള ഇത്രയും ഉന്നതനായ ഒരു മനുഷ്യനിൽ നിന്ന്, നേതാവിൽ നിന്ന് ആ അഭിവന്ധ്യ പിതാവിനെ അത്തരം വാക്പ്രയോഗത്തിലൂടെ വിമർശിക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷെ അദ്ദേഹം നടത്തിയിട്ടുള്ള വിമർശനത്തിൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തെ പ്രകോപിതനാക്കി. 2018 പ്രളയകാലവും അതിനുശേഷം വന്ന 2019 കോവിഡ് കാലവും കേരളം അതിജീവിച്ചതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ ചേർത്തു നിർത്തി എന്നുള്ളതിന് വളരെ കൃത്യമായ തെളിവുകൾ. അങ്ങനെയാണെങ്കിൽ ഓരോ വിമർശനത്തിനും അതിൻ്റെതായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടും. നിങ്ങൾ ഓരോ വിമർശനത്തിനും അതിൻ്റെതായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടും, ഓരോ ഉദാഹരണം പറയും. ഈ 2019 ഞങ്ങൾ തോറ്റെങ്കിലും 2021 അതിശക്തമായി തിരിച്ചു വന്നല്ലോ എന്നുള്ള വീമ്പിളക്കലുണ്ടല്ലോ, അതിനുള്ള മറുപടിയാണ് ഓരോ കോണിൽ നിന്നും അത് ഇടതുപക്ഷ അനുകൂലികൾ പോലും ഉന്നയിക്കുന്നത്. അങ്ങനെ മേനി പറഞ്ഞുകൊണ്ട് നടിക്കേണ്ട, വേറൊരു സാഹചര്യം 2021 ഉണ്ടായി എന്ന
എന്നാണ് പറഞ്ഞത്. അല്ലാതെ അത് ഒരു പ്രളയം വന്ന് എല്ലാം നശിക്കണമെന്ന അർത്ഥത്തിലൊന്നും അല്ല തിരുമേനി അത് പറഞ്ഞത്. അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്നേ ഉള്ളൂ. അതാണ് വിവരദോഷി പ്രയോഗത്തിന് പിന്നിലുള്ള ആ രഹസ്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വെള്ളാപ്പള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഈ പ്രീണന നയം വന്നിരിക്കുന്നു. പ്രീണന നയം അത് ആരെയൊക്കെയാണ് അകറ്റിയത് പാർട്ടിയിൽ നിന്ന് എന്നാണ്. ഇപ്പോൾ ക്രൈസ്തവ സമുദായം പൊതുവെ കൂടുതലും UDF വോട്ട് ചെയ്യുന്നവരാണ്. പക്ഷേ എന്നാലും LDF വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നവരെ പോലും അതിൽ നിന്ന് അകറ്റുകയും, അത് മാത്രമല്ല തൃശ്ശൂർ മണ്ഡലത്തിൽ എന്താണ് പറ്റിയത്? തൃശ്ശൂർ മണ്ഡലത്തിൽ ക്രൈസ്തവ സമുദായം വോട്ട് ചെയ്തത് ആർക്കാണ്? സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്തത്. പിന്നാക്ക വിഭാഗക്കാർ പാർട്ടിയിൽ നിന്ന് വിട്ടുപോവുക എന്ന് പറയുന്നത് അതിഗൗരവമായി എടുക്കേണ്ട കാര്യമാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അത് പാർട്ടിക്കാർക്കും പാർട്ടി സഖാക്കൾക്കും അറിയാവുന്ന കാര്യം കൂടിയാണല്ലോ ആ വോട്ട് ചോർച്ച എത്രമാത്രം കഠിനമായിരിക്കും എന്നുള്ളത്. അത് നിങ്ങൾ സില്ലിയായിട്ട് അത് കുഴപ്പമില്ല, അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അവരെല്ലാം തിരിച്ചു വന്നോളും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറുവശത്ത് കളിക്കുന്നത് BJP ആണ്. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് മനോഹരമായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു നേതൃത്വം ഡൽഹിയിൽ നിന്ന് നിയന്ത്രിക്കുന്നുമുണ്ട് BJPയെ. അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ് മുന്നോട്ട് പോയാൽ നല്ലത് എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഓരോ വിമർശനത്തെയും എടുത്തിട്ട് അതങ്ങനെയല്ല, അതങ്ങനെ പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയല്ല വേണ്ടത്. മഞ്ജുഷ്, CPM സംബന്ധിച്ചിടത്തോളം നടത്തപ്പെടുന്ന CPM നേരെ വിരൽ ചൂണ്ടുന്ന വിമർശനങ്ങളെ വളരെ കൃത്യമായി ഉൾക്കൊള്ളുന്നതിനുള്ള ആർജവും കൂടി ഈ പാർട്ടിക്കുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കൂ. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇക്കാര്യത്തെ സംബന്ധിച്ച് ഒരു വിചിന്തനം നടത്തും എന്നുള്ളത് വസ്തുതാപരമായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ പ്രതീക്ഷിച്ച അർത്ഥത്തിൽ ഇടതുപക്ഷത്തേക്ക് അങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യുന്നതിന്റെ സാഹചര്യം ഉണ്ടായില്ല. എന്നാൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിശിഷ്യ ഈഴവ വിഭാഗത്തിൽ നിന്നും ഇടതുപക്ഷത്തിന് നേരത്തെ ലഭിച്ചിരുന്ന വോട്ട് ഷെയർ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വോട്ട് ഷെയർ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് BJPയിലേക്കാണ് എന്നുള്ള വസ്തുത സമ്മതിക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും അതിനു വേണ്ട മറുമരുന്നുകൾ അക്കാര്യത്തിൽ ഭേദപ്പെട്ട രീതിയിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ചും വളരെ കൃത്യമായി CPM ചർച്ച നടക്കും. ഞങ്ങൾ ജനങ്ങളുമായി നിരന്തരം സംവദിക്കുന്നവരെന്ന നിലയിൽ, ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള രൂപമാറ്റത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി ബോധ്യമുള്ളവരെന്ന നിലയിലും അത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നതിനുള്ള തുടക്കം CPM കാരണം 2019 നമുക്കറിയാം, 2019 ഞങ്ങൾക്ക് ഒരു സീറ്റ് മാത്രം ലഭിക്കുകയും 19 സീറ്റുകൾ UDF ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. പക്ഷെ തുടർന്നുള്ള 2 വർഷക്കാലം വളരെ ചിട്ടയായ സംഘടനാ പ്രവർത്തനം, വളരെ ചിട്ടയായിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രവർത്തനം, ഇത് രണ്ടും ഏകീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മറികടക്കാനായി എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും വരുന്ന തെരഞ്ഞെടുപ്പിലും അതിനുള്ള സാഹചര്യമുണ്ട്. 2 വർഷം കൂടി ഇനിയുണ്ടല്ലോ. ഈ വരുന്ന 2 വർഷക്കാലം CPM ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി, അതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഇന്ന് ഞങ്ങൾക്ക് രാജ്യസഭയിലും പാർലമെന്റിലും അംഗങ്ങൾ കുറവായിരുന്നിട്ട് പോലും ഞങ്ങളുടെ ഒരു ഘടകകക്ഷിക്ക് ഞങ്ങളുടെ ഒരു സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകിക്കൊണ്ട് ത്യാഗമനോഭാവം പ്രകടിപ്പിക്കുവാൻ ഒരു മുന്നണിയുടെ നേതൃനിരയിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ CPM തയ്യാറായി. അതിന് മറ്റു കാരണമുണ്ട്. അതല്ലെങ്കിൽ അവർ വേറെ ലാവണം നോക്കി പോകും. അതിന് മടിയില്ലാത്ത കൂട്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തിരിച്ചറിവാണ്. ശ്രീ TP ജയചന്ദ്രൻ, താങ്കൾക്ക് എതിർപ്പുണ്ടോ ഇക്കാര്യത്തിൽ? ഞാൻ പറഞ്ഞ കാര്യത്തിൽ താങ്കൾ എതിർക്കുന്നുണ്ടോ? കേരള കോൺഗ്രസിന്റെ കാര്യമാണ് ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ പറഞ്ഞു വന്നത്. ഇവിടെ ഇപ്പോൾ ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുന്നുണ്ടെന്നാണ് അറിവ്. ഈ കേരള കോൺഗ്രസിന് തന്നെ സീറ്റ് കൊടുക്കുകയാണ് CPIക്ക്. ശരി, TP ജയചന്ദ്രൻ. ഈ മലബാറിലൊരു ചൊല്ലുണ്ട്, സൈക്കിളിൽ നിന്നും വീണ് എഴുന്നേറ്റ് പൊടിയും തട്ടിയിട്ട് ഒരു വളിച്ച ചിരിയും ചിരിച്ച് ഇറങ്ങിപ്പോകുക എന്നുള്ളൊരു ചൊല്ല് മലബാറിലുണ്ട്. അസ്കര, ഇത് വലിയ ഔദാര്യമൊന്നുമല്ല, ഗതികേട് കൊണ്ടാണ്. മറ്റൊരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ ഇല്ല. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്. ഇടതുപക്ഷ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇരു മുന്നണികളുടെയും കൈകളിൽ നിന്നും ഗൗരവമായ ചോർച്ച വന്നിരിക്കുന്നു. എല്ലാ കാലവും ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുമോ നമുക്ക്? നോക്കൂ, തൃശ്ശൂരിലേക്ക് അങ്ങ് വടകരയിൽ നിന്നും ഒരു വലിയ നേതാവിന്റെ മകൻ BJPയെ മൂക്കിൽ കയറ്റും, 3ാം സ്ഥാനത്താക്കും എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും അദ്ദേഹം അതിനപ്പുറത്തേക്ക് പോയില്ലെന്ന് പറഞ്ഞു പോയി. ഇന്ന് അടി നടക്കുകയാണ് അനിൽ ബോസ്, അടിയാണ് നടക്കുന്നത്. രാജിവെക്കേണ്ടി വരികയാണോ പുറത്താക്കപ്പെടുകയാണോ എന്ന് നമുക്കറിയില്ല. ഇവിടെ അസ്കർ പറഞ്ഞ മാതിരിയിൽ ചർച്ചകളും പഠനവുത്തിന്റെയും കുറവ് കൊണ്ടാണോ CPM നിന്നും അണികൾ കൊഴിഞ്ഞു പോകുന്നത്? കഴിഞ്ഞ 7 വർഷമായി അല്ലെങ്കിൽ 10 വർഷമായി നിങ്ങൾ പറയുന്നത് എന്താ? BJPയെ പ്രതിരോധിക്കാൻ കൽപ്പം കൂടി കടുപ്പം കൂട്ടാൻ പറഞ്ഞു, RSSനെ പ്രതിരോധിക്കാനാണ്. അപ്പൊ കഴിഞ്ഞ 10 കൊല്ലം നിങ്ങളുടെ പ്രതിരോധത്തിന്റെ അളവുകോല് വെച്ച് നോക്കുമ്പോൾ ഇത് പരാജയമായിരുന്നുവോ?
ഇപ്പൊ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ടത് തീക്കനലിലാണ് ഉറുമ്പ് അരിച്ചു തുടങ്ങിയിരിക്കുന്നത്, കനൽക്കട്ടയുടെ മുകളിലാണ്. നോക്കൂ, പിണറായി വിജയന്റെ പഞ്ചായത്തിൽ പിണറായി വിജയന് വോട്ടുള്ള ബൂത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വോട്ടുകൾ ഷെയറുകൾ വർദ്ധിക്കുമെന്ന് വിശ്വസിക്കാൻ അസ്കരെ നമുക്ക് കഴിയുമായിരുന്നുവോ? 51 വോട്ടായിരുന്നു കഴിഞ്ഞ 2019 ഉണ്ടായിരുന്നത്, ഇന്നത് 115. മൊറാഴ അറിയാമല്ലോ, ആന്തൂരിലെ മൊറാഴയുടെ ചരിത്രത്തെ കുറിച്ച് ഞാൻ അസ്കറിനെ പഠിപ്പിക്കേണ്ടല്ലോ. ആ പഞ്ചായത്തിൽ 2019 BJP കിട്ടിയ ആകെ വോട്ട് 1300 ചില അശിഷ്ടമാണ്. ഇന്ന് BJP കിട്ടിയത് 2700 അസ്കരെ. മൊറാഴയിൽ സമരഭൂമിയിൽ ആ വാർഡിൽ ആ പ്രദേശത്ത് 1300 വോട്ടിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് 2700 എന്ന ഇരട്ടിയിലധികമായി പോകുന്നത് ഒരു നിസ്സാര സംഭവമായിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നോക്കൂ, കോഴിക്കോട് മത്സരിച്ച രാഘവൻ വിജയിച്ച കോഴിക്കോട്ട്, അസ്കറിന് അറിയാമല്ലോ കോഴിക്കോട്, എളമരം കരീമിന്റെ ബൂത്ത് 31 2ാം സ്ഥാനത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. അവിടെ 1ാം സ്ഥാനത്ത് BJP ആണ്. നിങ്ങളുടെ മുൻ MLA പ്രദീപ് കുമാറിന്റെ ബൂത്തിൽ കിട്ടിയ വോട്ടിന്റെ എണ്ണം കണക്കറിയുമോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഈ കോഴിക്കോട്ട് സിറ്റിംഗ് MLA തോട്ടത്തിൽ രവീന്ദ്രൻ, മുൻ മേയർ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്താണ്. വളരെ ദുർബലമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, കേരളത്തിൽ നാളിതുവരെ ഇടതു വലത് മുന്നണികൾ നടത്തിയിരുന്ന വ്യാജമായ പ്രചരണങ്ങൾ, വർഗീയ പ്രചരണങ്ങൾ, അതിനൊക്കെ അതിജീവിക്കാൻ തയ്യാറായിരിക്കുന്നു. നോക്കൂ മഞ്ജുഷേ, കേരളത്തിലെ ഒരു ജില്ലയിൽ, എൻ്റെ ജില്ലയിൽ വടകരയിൽ ഇത്ര പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമുണ്ടോ? ഇതൊക്കെ BJPക്ക് ആയിരുന്നല്ലോ ചാർത്തി തന്നിരുന്നത്. ഒരാൾ കാഫിറാണെന്നും മറ്റേയാൾക്ക് മറ്റില്ല മുദ്രാവാക്യമാണെന്നും ജീനിന്റെ ആളാണെന്നും പറഞ്ഞ് ഇവിടെ നടത്തിയ അശ്ലീല പ്രയോഗങ്ങൾ ഇതൊരു കാര്യം വ്യക്തമാക്കുന്നു. ഇതങ്ങനെ ആർക്കും അങ്ങനെ വഴങ്ങുന്ന മണ്ണാണ് എന്ന് സ്ഥിരമായി സ്ത്രീധനം കിട്ടിയ മുതലാളി എന്ന് ആരും ധരിക്കരുത്. നോക്കൂ, ഇടതുപക്ഷത്തോടൊപ്പം നടന്നിരുന്ന ഒരു ആത്മീയ നേതാവ്, ഇപ്പോഴും ഞാൻ ഇടതുപക്ഷമാണെന്ന് പറയുന്ന അദ്ദേഹം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ അസ്കറെ ഒരു നേതാവിന്റെ ഗുണമെന്ന് പറയുന്നത് എന്താണ്? വിമർശനങ്ങളെ സഹനത്തോടെ കേട്ടിരിക്കാനുള്ള സഹനശക്തിയല്ലേ, അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കലല്ലേ? എന്തൊക്കെയാണ് കൂറിയോസ് പറഞ്ഞിരിക്കുന്നത്? ഈ ഗവൺമെന്റ് പരാജയ കാരണം ഒരുപക്ഷെ നമുക്ക് വിയോജിക്കാം. സാമ്പത്തിക നയങ്ങളിൽ ഉണ്ടായ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, മോശം പോലീസ് സേന, സഹകരണ രംഗത്തുള്ള അഴിമതി, ക്ഷേമ പെൻഷനുകളുടെ മുടക്കം, SFIയുടെ അതിക്രമം, വിമർശനങ്ങളുള്ള അസഹിഷ്ണുത, മത സാമുദായിക പ്രീണനം, വലതുപക്ഷവൽക്കരണം. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു, ഇടത്തോട്ട് ഇൻഡിക്കേറ്റ് ഇട്ട് വലത്തോട്ട് തിരിഞ്ഞു പോയാൽ റോഡിൽ അപകടമാണ് ഫലം. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എല്ലാ കാലവും കിറ്റും ഈ പ്രളയവും നമ്മെ രക്ഷിക്കാനുണ്ടാവില്ല. അതിൽ ആ പോയിന്റിലാണ് മുഖ്യമന്ത്രി അതിൽ എതിർപ്പ് അറിയിച്ചത്. ശ്രീ TP ജയചന്ദ്രൻ, ഇവിടെ ഹസ്കർ പറഞ്ഞത് അത് മനസ്സിലാകാതെ പോയത് കൊണ്ടാണ് പൊതുസമൂഹത്തിന് എന്നാണ്. ആ ഒരു പോയിന്റിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ കിറ്റിന്റെ കാര്യവും പ്രളയത്തിന്റെ കാര്യവും അതിൽ മുഖ്യമന്ത്രി പ്രകോപിതനാവുകയായിരുന്നു എന്ന്. കാരണം ഈ പ്രളയം വീണ്ടും വരുമെന്ന രീതിയിലുള്ള ഒരു ഒരാശങ്ക ഉണ്ടാക്കി, അല്ലെങ്കിൽ അത് ഈ സമൂഹത്തെ പേടിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു വേണ്ടാത്ത ചിന്ത ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ടാണ് പുരോഹിതനെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ചത്. അതാണ് ഇടതുപക്ഷത്തിന്റെ നറേറ്റീവായിട്ട് വന്നിരിക്കുന്നത്. അല്ല, ആലപ്പുഴയിലെ CPMന്റെ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കൗൺസിൽ യോഗത്തിന്റെ തീരുമാനത്തിനെ കുറിച്ച് നമുക്ക് എന്താണ് പറയാം? അത് കൂടുതൽ നമുക്ക് വെറുതെ വിടാം. അദ്ദേഹം നമുക്ക് പറയാം. അന്നും എന്നെ അസ്കറെ, നമ്മൾ ഈ കിറ്റിന്റെ വലിപ്പത്തെക്കുറിച്ചും ആ പ്രളയത്തെ പ്രതിരോധിച്ചതിന്റെ കഥകളൊക്കെ ആയിരുന്നു ആ തെരഞ്ഞെടുപ്പുകളിലും ആ കാലഘട്ടത്തിലുമൊക്കെ കേരളത്തിലെ ഓരോ ഇടതുപക്ഷ പൊതുയോഗങ്ങളിലും മാർക്സിസ്റ്റ് നേതാക്കന്മാർ വന്ന് വിളമ്പിയിരുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഇത്ര വലിയ സംഭവം തന്നെ പറയേണ്ട കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ആലപ്പുഴ ജില്ലാ അവലോകന യോഗത്തിൽ, കൗൺസിൽ യോഗത്തിൽ പുറത്തു വന്നതായി ഇന്ന് വന്നിരിക്കുന്ന വാർത്ത എന്താണ്? തെരഞ്ഞെടുപ്പിൽ അലയടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിരുദ്ധ വികാരമാണ്. അടിവരയിട്ട് പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോടുള്ള അദ്ദേഹത്തോടുള്ള വിയോജിപ്പാണ്. പക്ഷേ സന്തോഷം എന്താന്ന് പറഞ്ഞാൽ AI ക്യാമറയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മരുമകൻ മാത്രമാണ് അദ്ദേഹത്തിനെ സഹായിക്കാൻ വരുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മാത്രമാണ് പ്രതിരോധിക്കാൻ ആളുകൾ എത്തുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ? അദ്ദേഹം തിരുത്തുമോ എന്ന് നിങ്ങൾ ചോദിച്ചു. തിരുത്താൻ അദ്ദേഹത്തിന് കഴിയുമോ? കാരണം പഴയ നീലക്കുറുക്കന്റെ കഥ, ചിലതൊക്കെ ഓടക്കൊള്ളിട്ടാൽ അത് നിവർന്നിരിക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ? MN വിജയൻ മരിച്ചപ്പോൾ ഒരു മരണത്തിൽ അനുശോചിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം, MN വിജയനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അതൊരു സ്കൂൾ മാഷല്ലേടോ എന്ന് നിസ്സാര മട്ടിൽ പറഞ്ഞ അദ്ദേഹം TP വധത്തിൽ
നമുക്കറിയാം നാട് മുഴുവൻ തേങ്ങയായിരുന്നു. അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. BJP ഇല്ലാതാക്കാൻ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം, അതൊക്കെ വേറെ കാര്യം. പക്ഷെ തേങ്ങുമ്പോൾ എന്താ പറഞ്ഞത്? കുലംകുത്തി തന്നെ. ബിഷപ്പിനെ നികൃഷ്ടജീവി, പരനാറി, മഞ്ഞളാംകുഴി അരിയ കീടം, കേരളത്തിലെ ഒരു വലിയ വിദ്യാഭ്യാസ മാതൃഭൂമിയുടെ ഒരു മാധ്യമത്തിന്റെ നേതാവിനെ എടോ ഗോപാലകൃഷ്ണ. ഈ തരം പ്രയോഗങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് എന്താണ്? അസ്കറെ കേരളം ആടി ഉലയുകയാണ്. ജീവനക്കാർക്ക് അദ്ദേഹം പറഞ്ഞു, സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും എതിരായി തിരിഞ്ഞിരിക്കുന്നു. ക്ഷേമ പെൻഷൻ കിട്ടാത്തവർ അസംതൃപ്തരാണ്. ക്ഷേമ പെൻഷൻ മാത്രമല്ല, ഒരു പഞ്ചായത്തിൽ ഒരു സേവനത്തിന് ചെന്നാൽ അസ്കറിന് അറിയുമോ കീശ കാലിയാവുന്നതിന്റെ വഴികളെക്കുറിച്ച്? പഞ്ചായത്തിൽ ഏതൊരു സേവനത്തിന് ചെന്നാലും അവന് കീശ ഇതെല്ലാം സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അത് പ്രകടമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലൊക്കെ തിരുത്തൽ വേണ്ടി വരും. ശ്രീ അനിൽ ബോസ്, ഇവിടെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ അവിടെ ഒരു BJP പേടി CPM-നെ പിടികൂടിയിട്ടുണ്ടോ? കാരണം ജോസ് കെ മാണിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വാർത്തകൾ വന്നിരുന്നു. അദ്ദേഹം അത് നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ ചർച്ചകൾ BJP തുടങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ജോസ് കെ മാണി നേരിട്ട് പങ്കെടുത്തുവെന്ന് ആരും പറഞ്ഞിട്ടില്ല. BJP തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് ജോസ് കെ മാണിയെ പാളയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിൽ പേടി കുടുങ്ങിയോ CPM-ന്? അല്ലെങ്കിൽ ഇത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാവുന്ന കാര്യമല്ല, സ്വന്തം സീറ്റെടുത്ത് ഘടകകക്ഷികൾക്ക് കൊടുക്കുന്നു എന്നുള്ള ഈ കാര്യം. അതിൽ CPI ഉറച്ചു നിന്നു, പറ്റില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി CPM വഴങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ജോസ് കെ മാണി വീണ്ടും രാജ്യസഭയിലേക്ക് പോവുകയാണ്. മഞ്ജുഷ, അതിനു മുമ്പ് ഒരു കാര്യമൊന്ന് പറയട്ടെ. ഈ തൃശ്ശൂർ ജയിച്ചത് സുരേഷ് ഗോപി ജയിച്ചു, അദ്ദേഹം NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജയം ഒരു രാഷ്ട്രീയ വിജയമാണെന്ന് അദ്ദേഹം പോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും സൂചിപ്പിക്കാൻ കഴിയുമോ? പിന്നെ ഇവരങ്ങ് കുതിച്ചു കയറുകയാണെന്ന് പറഞ്ഞു. തെറ്റിദ്ധാരണയുള്ള സ്ഥലത്തും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നിടത്തും ഇവർ കുതിച്ചു കയറും. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യം മുഴുവൻ രഥയാത്ര നടത്തി ഈ രാജ്യത്തെ ജനങ്ങളെ ജാതീയമായി മതപരമായി വിഭജിച്ച് രാമക്ഷേത്രം ഞങ്ങളുടെ മാനിഫെസ്റ്റോയിലെ പ്രധാന ഇനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് രാമപ്രതിഷ്ഠ, രാഷ്ട്രീയ രാമനെ പ്രതിഷ്ഠിച്ച് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി പ്രചരണം നടത്തിയില്ലേ? അയോധ്യ ഇരിക്കുന്ന ജില്ലയുടെ സ്ഥിതി എന്താ? അവിടുത്തെ പാർലമെന്റ് സീറ്റിൽ 5 സീറ്റും BJP തോറ്റു. വളരെയല്ലേ ഇവര്? പ്രധാനമന്ത്രി, രാജ്യം മുഴുവൻ മഹത്വവൽക്കരിച്ചു കൊണ്ടു നടന്ന പ്രധാനമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന വാരണാസി ജില്ലയിലെ 12 പാർലമെന്റ് സീറ്റിൽ 9 സീറ്റിലും തോറ്റു ഇവർ. സുരേഷ് ഗോപി ജയിച്ചത് വേറെ രീതി, O രാജഗോപാലും ജയിച്ചിട്ടുണ്ട്. പിന്നത്തെ സ്ഥിതി നമ്മൾ കണ്ടതാ. NDAയുടെ സ്ഥാനാർത്ഥിയായി എത്രയോ കാലം മുമ്പ് PC തോമസ് മൂവാറ്റുപുഴയിൽ ജയിച്ച് കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. അതും നമ്മൾ കണ്ടതാ. അപ്പൊ അതുകൊണ്ട് ഈ താൽക്കാലിക പ്രതിഭാസമായി മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ ഒന്ന് നിങ്ങൾ തമ്മിൽ തല്ലുന്നത്. നമ്മൾ വിഷയത്തിൽ നിന്ന് പോകുന്നുണ്ട്, എന്നാലും എന്തിനാണ് തൃശ്ശൂരിൽ തമ്മിൽ തല്ലുന്നത്? TP ജയചന്ദ്രൻ ഇവിടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം താങ്കളോട് ഉന്നയിച്ചത്. ഞാനായിട്ട് ഉന്നയിക്കാൻ ആഗ്രഹിച്ചിരുന്നതല്ല. തൃശ്ശൂരിൽ തമ്മിൽ തല്ലുന്നത് എന്തിനാണ്? അത് സ്വാഭാവികമായിട്ടും ഒരു പാർട്ടി കേരളത്തിൽ സമ്പൂർണമായ വിജയത്തിലേക്ക് നീങ്ങുമ്പോൾ അവരാഗ്രഹിക്കുന്ന ഒരു വിജയം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമം, അതിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നേ. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ അത് വഴിവിട്ട് പോകാറുണ്ട്. വഴിവിട്ട് പോയാൽ നടപടി ഉണ്ടാകും. അതല്ലേ സംഘടനാ രീതി. ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണ് ഇനി BJP പ്രതിനിധിയോട് ഞാൻ ചോദിക്കുക, ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലടക്കം കഴക്കൂട്ടത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ആലപ്പുഴയിൽ മത്സരിക്കുമ്പോഴും അടക്കം സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള തർക്കം എന്തായിരുന്നു? V മുരളീധരനുമായിട്ടുള്ള തർക്കം എന്തായിരുന്നു? സംഘടനാപരമായ എത്രയോ തർക്കങ്ങളുണ്ട്. എന്നെ പുകച്ച് പുറത്തിയാടിക്കാൻ ശ്രമിച്ചാൽ പുറത്തു പോകില്ല എന്ന് BJP നേതാക്കളുടെ മുന്നിൽ വെല്ലുവിളിച്ചതാരാ? ശോഭാ സുരേന്ദ്രനല്ലേ? അപ്പൊ അതൊക്കെ എല്ലാ പാർട്ടിയിലും നടക്കുന്ന കാര്യമാണ്. അതൊക്കെ എല്ലാ പാർട്ടിയിലും ജനാധിപത്യ ക്രമത്തിൽ ഒന്നിലധികം നേതാക്കൾ ഉണ്ടാകുമ്പോൾ ഒട്ടനവധി അഭിപ്രായങ്ങൾ ഉണ്ടാവും. അഭിപ്രായങ്ങൾ യോജിക്കാൻ പറ്റുന്നവർ യോജിക്കും, യോജിക്കാത്തവർ വിയോജിക്കും, ചിലത് അതിന് വിട്ടുപോകും. അതൊക്കെ സ്വാഭാവികം മാത്രമാണ്. അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 22,600 വോട്ടേ തൃശൂർ പാർലമെന്റിൽ ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുള്ളൂ. ആ തൃശൂർ പാർലമെന്റിൽ കോർപ്പറേഷൻ ഞങ്ങളല്ല ഭരിക്കുന്നത്. തൃശൂർ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പെടുന്ന ഒറ്റ അസംബ്ലി മണ്ഡലം ഞങ്ങളല്ല MLA-മാർ ഉള്ളത്. ഞങ്ങൾ രാഷ്ട്രീയമായി പിന്നോക്കം നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷെ മുരളീധരനെ പോലൊരു നേതാവ് അവിടെ വരികയും മത്സരിക്കുകയും ചെയ്യുമ്പോൾ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് ചെറിയ പാളിച്ച പോലും ഞങ്ങളുടെ പ്രവർത്തകരെ വേദനിപ്പിക്കും.
അതിൽ വ്യത്യസ്ത അഭിപ്രായമായിരിക്കും. അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളത് അതിൽ വൈകാരികമായിട്ടുണ്ടാകുന്ന ഭാവമാണ്. അവിടെ അതിന് നമുക്ക് ചെയ്യാൻ കഴിയുക അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തുടക്കത്തിലെ നുള്ളിക്കളയുക എന്നുള്ളതാണ്. അതുകൊണ്ട് സംഘടനാപരമായ നടപടി വരുന്നതിന് മുമ്പ് തന്നെ UDF ജില്ലാ ചെയർമാൻ രാജിവെച്ചു, DCC പ്രസിഡന്റ് രാജിവെച്ചു. പാർട്ടിയിൽ തുടർന്ന് അന്വേഷണം ഉണ്ടാവും, നടപടികൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട 22,600 വോട്ട് കുറയുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമല്ല. കാരണം സുരേഷ് ഗോപിയെ കഴിഞ്ഞ കുറച്ച് നാളുകളായി തൃശ്ശൂർ ചർച്ച ചെയ്ത് വെറുതെ നിങ്ങൾ സ്വയം അതിനകത്ത് നിങ്ങളുടെ തിളക്കം കുറയ്ക്കേണ്ട. അല്ലല്ല അത് തിളക്കം കുറച്ച് മൂന്നാം സ്ഥാനത്തേക്ക് അത് തിരിച്ചടി തന്നെയാണ്. ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുകയുള്ളൂ. അതിൽ ഇന്ന വോട്ട് അങ്ങോട്ട് പോയി, ഇന്ന വോട്ട് അങ്ങോട്ട് പോയി, ജയിച്ചത് രാഷ്ട്രീയ വിജയമല്ല. അതെങ്ങനെയാണ് TN പ്രതാപൻ ജയിക്കുമ്പോൾ രാഷ്ട്രീയ വിജയവും സുരേഷ് ഗോപി ജയിക്കുമ്പോൾ അത് അരാഷ്ട്രീയ വിജയവുമായി മാറുന്നത്? അരാഷ്ട്രീയ വിജയമാണെന്ന് ഞാനാണോ പറഞ്ഞത്, സുരേഷ് ഗോപിയാണോ പറഞ്ഞത്? അങ്ങനെ സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞു കുറെ ഊതില്ലാതെ എല്ലാവരുടെയും വോട്ട് കിട്ടിയെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് അരാഷ്ട്രീയ വിജയമാകുന്നത് എങ്ങനെയാണ്? ശരിയല്ല മഞ്ജുഷ്. അല്ല, അത് മറ്റൊരു കാര്യം. പല ഘടകങ്ങളിൽ ഒന്ന് ഞാൻ പറഞ്ഞത് അവിടെ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അംഗീകരിക്കൂ നിങ്ങൾ. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾ എന്ത് സാങ്കത്യത്തിലാണ് പറയുന്നത്? സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് അവിടെ അരാഷ്ട്രീയവാദികളുടെ വോട്ട് കിട്ടിയാണ് ഞാൻ ജയിച്ചത്, എനിക്ക് പല വിഭാഗങ്ങളും വോട്ട് ചെയ്തിട്ടുണ്ട്. പല വിഭാഗങ്ങളും വോട്ട് കിട്ടി എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ വിജയമല്ലാതായി തീരുന്നു എനിക്കറിയില്ല. തിരുവനന്തപുരത്ത് എല്ലാ വിഭാഗങ്ങളിൽ നിന്ന് വോട്ട് കിട്ടാറില്ലേ? 2009 മുതൽ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. ചുമ്മാ ഓരോന്ന് പറയുന്നു. ഞാൻ ഓരോന്ന് പറയാം. വിവരക്കേട് എന്നോട് പറയരുത് മഞ്ജുഷ്, വിവരക്കേട് എന്നോട് പറയരുത്, മര്യാദയില്ല എന്നോട് സംസാരിക്കരുത്. സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു എനിക്ക് നന്ദി ഇന്ദിരാഗാന്ധിയോടാണ്. അല്ല, ഞാൻ അതല്ല മര്യാദയോട് നിങ്ങൾ പറയരുത്. സുരേഷ് ഗോപി ഇങ്ങോട്ട് പറയുന്നത് എന്താണ്? ചൂടാകേണ്ട. അല്ലല്ല, ഒരു മിനിറ്റ്. ഇത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിച്ചു, ഒരാളുടെ വോട്ട് അങ്ങോട്ട് പോയി, ഒരാളുടെ വോട്ട് ഇങ്ങോട്ട് പോയി, അങ്ങനെ പറയരുത്. അങ്ങനെ ചർച്ചയെ കൊണ്ടുപോകരുത്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് LDF സർക്കാരും പിണറായി വിജയനും തിരുത്തണോ എന്നുള്ള കാര്യമാണ്. അല്ലല്ല, പറയുന്നതിന് മറുപടി പറഞ്ഞു തന്നെ ഞാൻ പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൗകര്യമുള്ളവരെ വിളിച്ച് ചർച്ച നടത്തിക്കോണം. എന്നെ വിളിച്ചിരുത്തിയാൽ എനിക്ക് പറയാനുള്ള ഇങ്ങോട്ട് വേണ്ട. താങ്കൾ പറയാനുള്ളത് പറയൂ. കോൺഗ്രസ് അല്ലല്ല, മഞ്ജുഷോട് പറയുക. മഞ്ജുഷ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ മുതൽ ഇങ്ങോട്ട് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും മുതുകത്ത് കയറാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ചർച്ചകൾ ഇരുന്ന് കേട്ടാ. നിങ്ങൾ വിളിച്ചിരുത്തി അപഹസിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അന്നും ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഞാൻ നിലപാട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ 22,600 വോട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 2014-ലും 2019-ലും കിട്ടിയത് തൃശ്ശൂരിൽ പോയിട്ടുണ്ടതേ. അങ്ങനെ പോയിട്ടുള്ളത് ഞങ്ങൾ പരിശോധിക്കും. പക്ഷെ മത്സരിച്ച് ജയിച്ചൊരു സ്ഥാനാർത്ഥി പറയുകയാണ് ഞങ്ങൾ ജയിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയും പറയില്ല നാട്ടുകാരുടെ ജയമാണെന്ന്. ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജയമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചു, ജനങ്ങൾ ഞങ്ങളെ സഹായിച്ചു എന്ന് പറയും. സുരേഷ് ഗോപി അത് പറഞ്ഞിട്ടില്ല. സുരേഷ് ഗോപി പറഞ്ഞത് ഇന്ദിരാഗാന്ധിക്ക് നന്ദി, കരുണാകരന് നന്ദി, നയനാർക്ക് നന്ദി, ലൂർദ് മാതാവിന് നന്ദി, ഗുരുവായൂരപ്പന് നന്ദി. എന്നാൽ പിന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ദേവന്മാരെ ഉപദേവതകളെയും കണ്ടിറങ്ങുമ്പോൾ രക്ഷസിനും ഇരിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെയാണ് നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹം പറയണം ഇത് NDAയുടെ വിജയമാണ്, അല്ലെങ്കിൽ ഇത് BJPയുടെ വിജയമാണെന്ന് സുരേഷ് ഗോപിയെ കൊണ്ട് നിങ്ങൾ പറയിക്കുക. ചുമ്മാ വന്നിരുന്നത് ചർച്ച വന്നിരുന്നത് സുരേഷ് ഗോപിയുടെ വിജയമാണോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്? എനിക്കറിയില്ല. താങ്കളുടെ വിഷയം എടുത്തിട്ടില്ല. സുരേഷ് ഗോപിയുടെ വിജയം തന്നെയാണ്. അത് അംഗീകരിക്കാൻ താങ്കൾക്ക് മടിയാണെന്ന് എനിക്കറിയാം. താങ്കളുടെ നേതാവിന്റെ തോൽവി കനത്ത തോൽവിയാണ്, നാണം കെട്ട തോൽവിയാണ്. 4 ലക്ഷത്തിൽ പരം വോട്ടിൽ നിന്നാണ് എന്നിട്ട് പറയാണ് 20,000 വോട്ട് കുറഞ്ഞത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ മറുപടി തന്നെ കിട്ടും. നാണം കെട്ട തോൽവി ഉണ്ടായത് നരേന്ദ്രമോദിക്കാണ്. നാണം കെട്ട തോൽവി BJPക്ക് സ്തുതിപാഠനം നടത്തിയ ന്യൂസ് 18 ചാനലിനും മൂന്നാമത് അധികാരത്തിൽ വന്നത് നാണം കെട്ട തോൽവിയാണെങ്കിൽ അങ്ങനെ ആയിക്കോളൂ. മൂന്നാമത് അധികാരത്തിലെത്തിയത് നാണം കെട്ട തോൽവിയാണെങ്കിൽ അങ്ങനെ ആയിക്കോളൂ. മുരളീധരനെ വടകരയിൽ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് പോയി എന്നെ തോൽപ്പിക്കാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. മുരളീധരൻ മുമ്പ് നേമത്തും തോറ്റിട്ടുള്ളതേ. മുരളീധരൻ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നത്. മാത്രമല്ല മുരളീധരൻ മൂന്നാമത് പോയിട്ടുള്ളത്, നേമത്തും പോയിട്ടുണ്ട്.
മുരളീധരൻ തന്നെയാണ് സാർ പറഞ്ഞത്. അല്ലല്ല, അല്ല, മുരളീധരൻ മുരളീധരൻ തന്നെയാണ് നേമത്ത് പറഞ്ഞത് എന്നെ മൂന്നാം തോൽപ്പിക്കാനാണ് സ്ഥാനത്ത് വടകരയിൽ നിന്ന് വോട്ട് പിടിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിർത്തിയതെന്ന്. ഞാൻ ശരി, ഞാൻ തർക്കത്തിലേക്കില്ല, താങ്കൾ പറഞ്ഞോളൂ. അതായിക്കോട്ടെ, അത് ഞങ്ങൾ സഹിച്ചോളാം. നേമത്ത് മൂന്നാം സ്ഥാനത്ത് മുരളീധരൻ പോയിട്ടുണ്ട്. BJP അവിടെയും ജയിച്ചിരുന്നു, മനസ്സിലായില്ലേ? BJP നേമത്തും ജയിച്ചിരുന്നു, മുരളീധരൻ അവിടെയും മൂന്നാം സ്ഥാനത്ത് പോയിട്ടുണ്ട്. മഞ്ജുഷേ പോയിട്ടുണ്ട്, മനസ്സിലായില്ലേ? സ്ഥിരമായിട്ട് ഇപ്പൊ ഉണ്ടോ BJP കേരള നിയമസഭയിൽ MLA ഉണ്ടോ? NDAയുടെ PC തോമസ് ഇന്ന് ആ പാർട്ടിയിലെങ്കിലും ഉണ്ടോ? PC തോമസ് NDAയിലെങ്കിലും ഉണ്ടോ? ചുമ്മാ ചർച്ച ചെയ്ത് വഷളാക്കാൻ ശ്രമിക്കരുത്. BJP പ്രതിനിധി പറയുകയാണ് കേരളത്തിൽ അവർ കുതിച്ചു കയറുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് വാരണാസിയിൽ അവർ തോറ്റു എന്ന് ഞാൻ ചോദിക്കും. അയോധ്യയിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് ഞാൻ ചോദിക്കും. മഞ്ജുഷേ, താങ്കൾക്ക് എന്താ അപ്പം നോക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല താങ്കൾ തൃശ്ശൂരിലെ കെ മുരളീധരന്റെ തോൽവിയല്ല എന്നുള്ള രീതിയിലും സുരേഷ് ഗോപിയുടെ ജയത്തെ ജയമല്ല എന്നുള്ള കാര്യത്തിലും അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ഇടപെടേണ്ടി വരും. കാരണം എന്തിനാണ്? അതിന്റെ ആവശ്യമില്ലല്ലോ. അത് അംഗീകരിച്ചാൽ പോരെ താങ്കൾക്ക്? സുരേഷ് ഗോപിയുടെ ജയമല്ലെന്ന് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു. താങ്കളല്ലേ പറഞ്ഞു സുരേഷ് ഗോപിയുടെ ജയമല്ലെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. താങ്കൾ ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ 22,600 വോട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട്, ഞങ്ങളത് പരിശോധിക്കും എന്ന് ഞാൻ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ ജയത്തെ ഞാൻ ഇകഴ്ത്തിയില്ല. സുരേഷ് ഗോപി പോലും അത് NDAയുടെയും BJPയുടെയും വിജയമാണെന്ന് പറയുന്നില്ല എന്നത് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം പിണറായി വിരുദ്ധത എത്രമാത്രം പ്രകടമായി അതിൽ തിരുത്തലുകൾ വരുത്തുമോ എന്നുള്ള കാര്യമാണ്. അതിൽ അനിൽ ബോസ് ആദ്യ റൗണ്ടിൽ പറഞ്ഞു, രണ്ടാമത്തെ റൗണ്ടിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാചകവും പറഞ്ഞില്ല. അദ്ദേഹം നേരെ BJPക്കെതിരെയാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. പക്ഷേ ജയചന്ദ്രൻ ഇവിടെ കൃത്യമായിട്ട് മാർ കുറിലോസ് തിരുമേനിയുടെ വാചകങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യവും അവതരിപ്പിച്ചത്. അതിലേതാണ് നിഷേധിക്കാൻ പറ്റുക? മഞ്ജുഷ്, കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായി ഇടതുപക്ഷവും വലതുപക്ഷവും കൃത്യമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ചും അത് ജനങ്ങളിലേക്ക് എത്തുന്നത് സംബന്ധിച്ചും വളരെ കൃത്യമായി ഒരു കാഴ്ചപ്പാട് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. പക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPയെ എതിർക്കുന്നതിന് കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് കേരളത്തിൽ പൊതുവെ മലയാളികൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് എല്ലാ ഘട്ടത്തിലും ഞങ്ങൾക്ക് 0 ആയിരുന്ന കാലഘട്ടം പോലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും അത്തരത്തിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയം ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി സ്വീകരിക്കുന്നു. അത് ഞങ്ങൾക്ക് കൃത്യമായി ചില പാഠഭേദങ്ങൾ നൽകുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അത്തരത്തിൽ വിലയിരുന്നത്. ഞങ്ങൾ പരിശോധിക്കും ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന്. ഗീവർഗീസ് മാർ കുറിലോസ് തിരുമേനി അഭിവന്ദ്യ പിതാവ് നടത്തിയിട്ടുള്ള വിമർശനത്തിൽ ഞങ്ങളുടെ സാമ്പത്തിക നയം, ഞങ്ങൾ നടപ്പിലാക്കിയ സാമ്പത്തിക നയത്തിൽ എന്തെങ്കിലും പിശക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ തലക്കനവും അതുപോലെ ജനങ്ങളുമായി സംവദിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. വിദ്യാർത്ഥി സംഘടന ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ അരാജകത്വം സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. ഒരു സംശയമില്ല. അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം രഹസ്യമായി ചർച്ച ചെയ്യും, അത്രമാത്രം. ആരെതിർത്ത് പറയും? ഞങ്ങൾക്ക് സുസജ്ജമായ പാർട്ടി ഘടകങ്ങളുണ്ട്. പാർട്ടി ബ്രാഞ്ചും ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റി അടക്കമുള്ള സുസജ്ജമായ പാർട്ടി ബ്രാഞ്ചുകളിൽ അവിടെ ഞങ്ങൾ ചായയും പരിപ്പൂടയും കഴിച്ച് പിരിയുകയല്ല ചെയ്യാറുള്ളത്. ഞങ്ങൾ ഈ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും അതാത് ദിവസങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് റിവ്യൂ എന്ന് പറഞ്ഞൊരു അജണ്ട വെച്ച് ബ്രാഞ്ച് തലം മുതൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ബൂത്ത് തലത്തിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള പിശകുകൾ, അതൊരു മാക്രോ അനാലിസിസ് ആണ് ഞങ്ങൾ നടത്താറുള്ളത്. ഏതൊക്കെ മേഖലകളിൽ എവിടെയൊക്കെ പിശകുകൾ പറ്റി, ആ പിശകുകൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ 2019 ഞങ്ങൾ അമ്പയെ പരാജയപ്പെട്ടിട്ടും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾക്ക് വീണ്ടും കേരള ചരിത്രത്തിൽ ആദ്യമായി രണ്ടാമത് ഒരു സർക്കാരിന് അധികാരത്തിലെത്താൻ കഴിഞ്ഞത്. അതിന് വിശിഷ്യ മറ്റു സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതല്ലല്ലോ വിലയിരുത്തപ്പെടേണ്ടത്. പക്ഷേ ഇതിപ്പോ രാജ്യത്തിന്റെ പൊതു സാഹചര്യം അതുണ്ട്. അവിടെ കോൺഗ്രസിനോടും UDFിനോടും അടുത്ത് നിൽക്കുന്നതാണ് കുറെ കൂടി നല്ലത് എന്നുള്ള ഒരു തിരിച്ചറിവ് വോട്ടർമാർക്കുണ്ടായത്. അത് നമുക്കൊരു പ്രധാന ഘടകമായിട്ട് തന്നെ കാണാം. പക്ഷേ അതിനൊപ്പം തന്നെ ഈ സർക്കാരിനെതിരെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുള്ള ഉറച്ച വിശ്വാസം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ലേ? അത് വലിയ രീതിയിൽ പ്രതിഫലിച്ചത് കൊണ്ടല്ലേ ഇങ്ങനൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ സംഭവിച്ചത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വോട്ടെണ്ണിക്കഴിഞ്ഞ് എത്ര ദിവസമായി?
4-ാം തീയതി വോട്ടെണ്ണൽ അവസാനിച്ചതാണ്. ഇന്ന് 10-ാം തീയതിയായി, അതായത് നാളെയും കൂടി ആകുമ്പോഴേക്കും ഒരാഴ്ചയായി. എന്നിട്ടും ഇതുവരെ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ജനങ്ങളോട് ഇതേക്കുറിച്ചുള്ള ഒരു വിശദീകരണം, എന്തുകൊണ്ട് തോറ്റു എന്ന രീതിയിൽ, അല്ലെങ്കിൽ എങ്ങനെ ഞങ്ങൾ തിരിച്ചു വരും, ഒരു അഭിപ്രായവും പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല, ഒരു പ്രസ്താവനയല്ലാതെ. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ജനങ്ങളെ അഭിമുഖീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നിങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കാത്ത മുഖ്യമന്ത്രിയല്ല. മുഖ്യമന്ത്രിയുടെ സഖാവ് പിണറായി വിജയന്റെ 6 പതിറ്റാണ്ട് കാലത്തെ പൊതുജീവിതം നിങ്ങൾ പരിശോധിച്ചാൽ എന്നും മാധ്യമങ്ങളുടെ പാട്ട് കേട്ട് വളർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല സഖാവ് പിണറായി വിജയൻ. അല്ല, മാധ്യമങ്ങളുടെ താരാട്ട് കേൾക്കണ്ട, ജനങ്ങളോട് വന്ന് പറയാമല്ലോ, ജനങ്ങൾക്കൊപ്പം വന്ന് പറയാമല്ലോ. അത് എന്തുകൊണ്ട് അഭിമുഖീകരിക്കാൻ മടിക്കുന്നു മുഖ്യമന്ത്രി എന്നേ ഉള്ളൂ. ഒന്നുമില്ല, ജനങ്ങളുടെ തീക്ഷ്ണ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുകയും ആ തീയിൽ കിളിർത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. നിങ്ങൾ മാധ്യമങ്ങളുമായി സംവദിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയെ നിങ്ങൾ കാണണ്ട. അദ്ദേഹത്തിന്റെ കർക്കശ സ്വഭാവം അവതരിപ്പിക്കാമല്ലോ, ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാമല്ലോ. അല്ല, കോവിഡിന്റെ സമയത്ത് വേണ്ടി വന്നുവല്ലോ മാധ്യമങ്ങൾ. അന്ന് കൃത്യമായി മാധ്യമങ്ങളുമായി സംവദിച്ചത് എന്തുകൊണ്ടെന്നാൽ അത് കൃത്യമായി ജനങ്ങൾ ആശങ്കാകുലരായിരിക്കുന്ന ഒരു കാലഘട്ടം. ലോകരാജ്യത്തെ മുഴുവൻ നേതാക്കന്മാരും അങ്ങനെ മാധ്യമങ്ങളെ കണ്ട് ജനങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതുതന്നെയാണ് കേരളത്തിൽ സംഭവിച്ചത്. കേരളത്തിൽ മാത്രം നടന്ന ഒരു പ്രതിഭാസമായി അതിനെ കാണണ്ട, ലോകത്താകമാനം അത് അങ്ങനെ നടന്നിരുന്നു. അതുകൊണ്ടാണ് മാധ്യമങ്ങളുമായി സംവദിക്കുന്നതിന് അദ്ദേഹം സമയം കണ്ടെത്തിയത്. ഇവിടെ ജനങ്ങളുമായി സംവദിക്കുക എന്നുള്ളതും ഞങ്ങൾക്ക് പറ്റിയ പരാജയത്തെക്കുറിച്ച് പഠിക്കുകയും ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യേണ്ടത് പാർട്ടിയുടെ സെക്രട്ടറിയാണ്. പാർട്ടിയുടെ സെക്രട്ടറി അക്കാര്യത്തിലുള്ള ഒരു നിലപാട് പറയും, ഒരു സംശയം വേണ്ട. എന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്? ഇനി ഭരണവിരുദ്ധ വികാരമുണ്ടോ? തുറന്ന് സംവദിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ ഒരു മടിയും ഒരു കാലത്തും ഉണ്ടായിട്ടില്ലെന്നേ. ഞങ്ങൾക്ക് വന്നിട്ടുള്ള പിശകുകൾ ഞങ്ങൾ തുറന്നു തന്നെ പറയും. അതിനുള്ള സമയം. ഭരണവിരുദ്ധ വികാരമുണ്ടോ പരിശോധിക്കാമെന്നേ. മാത്രമല്ല, ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പറയാം. കേരളത്തിൽ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിക്കുകയും ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്തു. ആ സംവദിച്ച ജനങ്ങൾ പ്രധാനമായി പറഞ്ഞത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിൽ കൃത്യമായി ഈ ഗവൺമെന്റ് പോരായ്മ സംഭവിച്ചു. ആ പോരായ്മയാണ് കൃത്യമായി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊരു അവലോകനത്തിലേക്ക് എത്തുന്നത്. ഉടൻ ആ മാധ്യമ പ്രവർത്തകൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഉണ്ടോ? ഇല്ല. കേരളത്തിലെ 64 ലക്ഷം വരുന്ന ആളുകൾ ക്ഷേമ പെൻഷൻ ഉണ്ടാവുമ്പോൾ കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങൾ എന്തുകൊണ്ട് അതിന്റെ 5 ഇരട്ടി എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്നുള്ളിടത്താണ് നിങ്ങൾ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള പാഴ്വേലകൾക്ക് കേരളത്തിൽ സ്ഥാനമുണ്ടായി എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത്. മാത്രമല്ല, 3 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടത് സംഭവിച്ചു? കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകേണ്ട അർഹമായ വിഹിതം നൽകാതിരുന്നത് കൊണ്ട് സംഭവിച്ച ഒരു പ്രക്രിയ മാത്രമാണത്. കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് നിർത്തുക എന്നുള്ള ദൗത്യമാണ് അന്ന് പിണറായി സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു സംശയം വേണ്ട, ഈ കാര്യത്തിൽ ഞങ്ങൾ പരിശോധിക്കും. ആ പരിശോധനയുടെ ഫലം എന്തു തന്നെയായാലും ജനങ്ങളുമായി സംവദിക്കുന്നതിനുള്ള ബാധ്യതയുണ്ട് ഞങ്ങൾക്ക്. തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട ഇപ്പോൾ പാർട്ടിയിലെയോ CPM-ലെ നേതാക്കൾ ഇക്കാര്യത്തിൽ പരസ്യമായ പ്രതികരണം നടത്തില്ല. പാർട്ടി കമ്മിറ്റികളിൽ പോലും വലിയൊരു അഭിപ്രായ പ്രകടനം ഉണ്ടാകുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കരുതാനും വയ്യ. മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്ന് 1-2 അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഘടകകക്ഷികളുടെ വിലയിരുത്തലിൽ പല യോഗങ്ങളിലും അത്തരത്തിൽ, പ്രത്യേകിച്ച് CPI-യുടെ യോഗങ്ങളിൽ നടക്കുന്നുണ്ട്. വിശ്വസനീയമായ അറിവാണ് മുഖ്യമന്ത്രിയുടെ സമീപനങ്ങൾ ഇങ്ങനെ ഒരു കനത്ത തോൽവിക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്ന്. പിന്നെ നമുക്കറിയുന്ന സാമുദായിക നേതാക്കളുടെ കാര്യമാണ്. അവർ പരസ്യമായി തന്നെ അഭിപ്രായ പ്രകടനം നടത്തുകയാണ്. ഇപ്പോൾ സമദൂര നിലപാട് സ്വീകരിച്ച NSS G. സുകുമാരൻ നായർ പറയുന്നുണ്ട്, ഈ ഒഴിവാക്കിക്കൊണ്ട് തന്നെ പോകണം, ഈ തിരുത്തൽ വരുത്തണം, അല്ലെങ്കിൽ പ്രശ്നമാകും, തിരിച്ചറിഞ്ഞാൽ നല്ലത് എന്ന്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു, നേരത്തെ തന്നെ പല കാര്യങ്ങളും അറിയിച്ചതാണ് CPM-ന്റെ മുതിർന്ന നേതാക്കളെ, അവർ അന്നൊന്നും മുഖവിലേക്ക് എടുത്തില്ല എന്ന്. അതുപോലെ തന്നെ ഈ മുസ്ലിം പ്രീണന നയം അത് ക്രൈസ്തവ വിഭാഗങ്ങളെ അകറ്റി, അത് ഒടുവിൽ ഗുണമായത് BJP-ക്കാണ്. പിന്നോക്ക വിഭാഗങ്ങളെ അകറ്റി LDF-ൽ നിന്ന്, അതും കുറേ വോട്ടുകൾ BJP പക്ഷത്തേക്ക് പോയി എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇവർ പറയുമ്പോൾ അതൊരു വലിയ വിഭാഗം ജനങ്ങൾ പറയുന്നുണ്ട്, പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, അവർ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. മഞ്ജുഷ്, കേരളത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷം എടുത്തിട്ടുള്ള നിലപാടുകൾ അത് സാമൂഹികമായി അല്ലെങ്കിൽ സാമുദായികമായി ഏകീകരണത്തിന് വേണ്ടി അത് ഇടതുപക്ഷത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയല്ല ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട്. ഉദാഹരണത്തിന് CAA എടുത്തിട്ടുള്ള നിലപാട് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ എടുത്തിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ എക്കാലത്തെയും നിലപാടുകളുടെ തുടർച്ചയാണ്.
ആ വിരുദ്ധ സമരങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഒരു നിലപാടാണ്. അത് കേരളത്തിലെ മുസ്ലിങ്ങളെയോ ഇന്ത്യയിലെ മുസ്ലിങ്ങളെയോ ഇടതുപക്ഷത്തോട് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഏതെങ്കിലും തരത്തിലുള്ള പ്രീണന നയത്തോടല്ല. അങ്ങ് നമുക്ക് ഗീവർഗീസ് മാർ കുർലോസിന്റെ തിരുമേനിയുടെ തന്നെ വിമർശനത്തിലേക്ക് വരാം. യാക്കോബ സഭയെ ഒരുപക്ഷെ യാക്കോബ സുറിയാനി സഭയ്ക്ക് ഒരു തരത്തിലും അത്തരം ഒരു വിമർശനം ഇല്ലെങ്കിൽ കൂടി സുപ്രീം കോടതിയുടെ വിധിയുടെ ഘട്ടത്തിൽ പോലും യാക്കോബ സഭയെ അടക്കം ചേർത്തു നിർത്തുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുത്ത് അത് ഏതെങ്കിലും തരത്തിൽ പ്രീണന നയം എന്നു കരുതാനാവുന്നു. അപ്പോ അത്തരത്തിൽ ഇടതുപക്ഷം കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷം സൗഹാർദ്ദപരമായി നിർത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ആ ശ്രമത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ പരിശോധിക്കാന്നേ. ഞങ്ങൾ ഒരു തരത്തിലും ഒരു പ്രീണനവും ആരുടെടുത്തും നടത്തുന്നതല്ല. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയം മതത്തിലും ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട്. ടി.പി. ജയചന്ദ്രൻ താൽക്കാലികമായി മാത്രമുണ്ടായ ഒരു പ്രതിഭാസം എന്നാണ് രണ്ടുപേരും പറയുന്നത്. അത് മാത്രമല്ല, അനിൽ ബോസ് കുറച്ചുകൂടി സ്പഷ്ടമായിട്ട് പറയുന്നു സുരേഷ് ഗോപിയുടെ ജയം വെച്ച് ഇതിനെ അളക്കേണ്ട എന്ന്. അദ്ദേഹം കൂടുതലും അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങളെ തന്നെയാണ്. അല്ല, അനിൽ ബോസ് എന്തിനാണ് എനിക്ക് മനസ്സിലാവാത്തത് ഉത്തരം പറഞ്ഞത് അദ്ദേഹം തന്നെ ക്ഷോഭിക്കുന്നത്. തൃശ്ശൂരിന്റെ കാര്യം പറയുമ്പോൾ അനിൽ ബോസിന്റെ സമനില തെറ്റുന്നത് എന്തിനാണ്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവിടെ താമര ചിഹ്നത്തിലാണല്ലോ സുനിൽ ബോസെ BJP മത്സരിച്ചത്. താമര ചിഹ്നത്തിൽ പൂവെന്ന് പറഞ്ഞ് അല്ലല്ലോ വോട്ട് ചെയ്തത്, താമര എന്ന് പറഞ്ഞിട്ടല്ലേ. ഇതേ സുരേഷ് ഗോപി പണ്ടും മത്സരിച്ചിരുന്നല്ലോ പലപ്പോഴും. അന്നൊന്നും സുരേഷ് ഗോപി വിജയിച്ചിട്ടുമില്ലല്ലോ. ഇപ്പൊ സുരേഷ് ഗോപി വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് വിറപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ തരൂരിനെ നിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, മാറിയും മറഞ്ഞും നിങ്ങൾക്ക് ആറ്റിങ്ങലിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ BJPയുടെ മുന്നേറ്റത്തെ അംഗീകരിക്കണം. ഞാൻ ചോദിക്കട്ടെ താങ്കളോട്, അങ്ങനെയാണെങ്കിൽ വടകരയിലെ ജയം രാഷ്ട്രീയ വിജയമാണോ വർഗീയ വിജയമാണോ? അവിടുത്തെ MLA മാരൊന്നും ഈ കണക്ക് വെച്ച് അങ്ങനെയല്ലല്ലോ ഉള്ളത്. അതൊന്നും നമുക്ക് തരാതരം പോലെ നിൽക്കാം. ഒരു വസ്തുത നമ്മൾ അംഗീകരിക്കണം. കേരളത്തിലെ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ UPയിലെ കാര്യം ചോദിച്ചാൽ എനിക്ക് സംപൂജ്യരായി നിങ്ങൾ 12 സംസ്ഥാനങ്ങളിൽ നിൽക്കുന്നതിന്റെ ചോദ്യം ചോദിക്കുമ്പോൾ അത് ഉത്തരമല്ല, മറുചോദ്യമാണ്. ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് പകരം മറുചോദ്യം ചോദിക്കലല്ല. കേരളം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കും, 20 പാർലമെന്റ് മണ്ഡലത്തിൽ 18 എണ്ണത്തിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് വർദ്ധിച്ചു. 19 മണ്ഡലത്തിൽ MP മാരുണ്ടായിരുന്ന നിങ്ങൾക്ക് കേരളത്തിൽ 18ആയി ചുരുങ്ങി. ഈ മൃഗീയ ഭൂരിപക്ഷത്തിന് ശേഷം തൃശ്ശൂർ നിങ്ങൾ 3-ാം സ്ഥാനത്ത് അതിദയനീയമായി എത്തി. അതിന് പറയുന്ന ഉത്തരം എന്താണ്? BJPയിലെ അഭിപ്രായ വ്യത്യാസമല്ലേ? BJPയുടെ ആഫീസിൽ പത്രക്കാരെയും വെച്ച് അടിപിടി കൂടിയത് അനിൽ ബോസ് കണ്ടിട്ടുണ്ടോ? BJPയുടെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുന്നത് അനിൽ ബോസ് കണ്ടിട്ടുണ്ടോ? അപ്പൊ അത് ഉത്തരമല്ല, മറുചോദ്യമാണ്. ഉത്തരമാണ് കണ്ടെത്തേണ്ടത്. ഞാൻ താങ്കളുടെ മുമ്പാകെ കണക്കുകൾ വെക്കാം. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 15% വോട്ട് കിട്ടിയത് ഇന്ന് 19.2 വർദ്ധിക്കുമ്പോൾ 6,80,000 വോട്ട് BJPക്ക് കൂടുതൽ കിട്ടി. ഇനി കേരളത്തിൽ നിങ്ങളാണ് വളരുന്നത് എന്നതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് എന്നെ ബോധ്യപ്പെടുത്തുമോ? 14 പാർലമെന്റ് മണ്ഡലത്തിൽ 5 ലക്ഷത്തിലധികം വോട്ടുകൾ നിങ്ങൾക്ക് കുറഞ്ഞപ്പോൾ 47.26 45.14 കുറഞ്ഞു. 5 ലക്ഷം വോട്ടും കുറഞ്ഞു, ശതമാനവും കുറഞ്ഞു. ഇനി BJP കിട്ടിയ താൽക്കാലിക വിജയമാണോ? 15 പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വോട്ടുകൾ കുറഞ്ഞു, ഗണ്യമായിട്ട് കുറഞ്ഞു. 4.58 ലക്ഷം 35 പോയിന്റ് ഉണ്ടായിരുന്നത് 33 പോയിന്റായി. ഇത് മറുചോദ്യങ്ങൾക്കല്ല ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, ഉത്തരങ്ങളാണ്. അനിൽ ബോസിനോട് ഞാൻ കൃത്യമായിട്ട് പറയും, ഇന്ത്യ മഹാരാജ്യത്ത് 3 തവണ പ്രതിപക്ഷത്തിൽ നിന്ന് മുന്നോട്ട് കഴിയുമോ? നിങ്ങളുടെ വാക്കുകൾ കേട്ടാൽ തോന്നുന്നു രാഹുൽ ഗാന്ധി മെനിഞ്ഞാന്ന് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു തട്ടിലാണ്. 12 സ്ഥലങ്ങളിൽ നേരിട്ട് ഏറ്റുമുട്ടിയെടുത്ത് എന്താണ് സർ ചിത്രമുള്ളത്? ഇനി അഭിപ്രായ വ്യത്യാസത്തിന്റെ കാര്യങ്ങളും നേർച്ചക്കോഴിയായിട്ട് നിങ്ങൾ മുരളീധരനെ കുറിച്ച് പറഞ്ഞു. പണ്ട് അദ്ദേഹം നേർച്ചക്കോഴിയായി വന്നപ്പോൾ അദ്ദേഹത്തിന് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. BJP ഉള്ള പകയുണ്ടായിരുന്നു. ഇനി ഇന്ന് ഞാൻ പറയുന്നത് BJP കയറി കളിക്കുന്നത് കെ കരുണാകരന്റെയും AK ആന്റണിയുടെയും വീട്ടിലാ. അവരുടെ തറവാട്ടിനകത്ത് കയറിയിട്ടാണ് ഇന്ന് BJPയുടെ കളി. അതാ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇനി അസ്കറിനോട് എനിക്ക് വിജയപൂർവ്വം ചോദിക്കാനുള്ളത്, സർ, മാധ്യമങ്ങളുമായുള്ള ഇടപെടലുകൾ വളരെ വിനയപൂർവ്വമാണോ? കടക്കുപുറത്ത് എന്ന് പറഞ്ഞത് ആരായിരുന്നു? മാധ്യമങ്ങളുമായിട്ട് നിങ്ങൾ എപ്പോഴാണ് സംവേദിക്കാറുള്ളത്? നോക്കൂ, അദ്ദേഹത്തോട് എത്ര ലഘുവായ ഒരു ചോദ്യമാണ്. മാധ്യമത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഒരു സഖാവിന്റെ മകൻ, നിങ്ങൾ പിന്നെ ഇടമാറി പോയി, അദ്ദേഹം
കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരത്തിന് ഞാൻ എന്തിന് കുറ്റബോധം കാണിക്കണം? ഒരു മാധ്യമപ്രവർത്തനോട് അദ്ദേഹം നിലപാടാണ്. അദ്ദേഹം, ഞാൻ ചോദിക്കുന്നത് പ്രീ പ്ലാൻഡ് പത്രസമ്മേളനമല്ലാതെ തന്നോട് എതിർ ചോദ്യം ചോദിക്കുന്ന ആരോടെങ്കിലും ചോദിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിട്ടുണ്ടോ? ക്ഷേമ പെൻഷൻ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് അസ്കരോട് പറഞ്ഞു. അസ്കരെ, ഞാൻ ഒന്ന് കുപ്പുകൈയോടെ ചോദിക്കട്ടെ. അതും പറഞ്ഞു, സുപ്രീം കോടതി ഒരു കേസിന് പോയിരുന്നല്ലോ, മൂക്കിന് വലിച്ചു കളയും കേന്ദ്രത്തെ എന്ന് വന്ന് പറഞ്ഞ്. എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞോ കേന്ദ്രത്ത് നിങ്ങൾ കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്ന്? നിർമ്മല സീതാരാമനോട് ഒരു മറുപടി പറയാൻ പാർലമെന്റിൽ കനലൊരു തരി ഉണ്ടായിരുന്നല്ലോ, അന്നും ഇന്നും ഒരു ഉത്തരം കൊടുത്തിട്ടുണ്ടോ? കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റിക്കാൻ സാധിക്കും. ഇനി വർഗീയ പ്രീണനത്തിന്റെ കാര്യം ഞാൻ കൃത്യമായി ചോദിക്കും. ഇന്ന് സുപ്രഭാതത്തിലുമുണ്ട് അസ്കറെ ജിഫ്രി തങ്ങൾ, നിങ്ങളെ സഹായിക്കാൻ വന്ന ജിഫ്രി തങ്ങളുടെ സുപ്രഭാതം പത്രത്തിൽ ഇന്ന് വിമർശനമുണ്ട്. എന്തേ സുപ്രഭാതം പത്രത്തിൽ ജിഫ്രി തങ്ങൾക്ക് വിവരമില്ല എന്ന് പറയാൻ സാധിക്കുമോ? അപ്പൊ ഇതൊക്കെ ഉത്തരം വളരെ ലളിതമാണ്. ഇന്നലെ വരെ നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ മാർക്ക് കൂറിലോസ് ഭയങ്കര വിവരമുള്ള മനുഷ്യനായിരുന്നു അല്ലേ? അദ്ദേഹം വിവരമില്ലാത്തവരാണ് നിങ്ങൾ ഇവർ പറഞ്ഞില്ല. നിങ്ങളിടുമ്പോൾ അത് ഞങ്ങളിടുമ്പോൾ വള്ളി ട്രൗസറും നിങ്ങളടുത്ത് പോകുമ്പോഴത് കളസവുമായി മാറുന്നത് എന്തുകൊണ്ടല്ല, തിരിച്ചാവുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ, ഇദ്ദേഹത്തിന് എത്ര പെട്ടെന്ന് വിവരമില്ലാതായി പോകുന്നത്. നിങ്ങൾക്ക് എപ്പോഴാണ് വിവരം ഉണ്ടാകുന്നത്? ശരി ശരി ശ്രീ ടി പി ജയചന്ദ്രൻ, ഹസ്കർ തൽക്കാലം ഈ ചർച്ചയിലില്ല. അദ്ദേഹം മറ്റൊരു ചർച്ചയിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് അദ്ദേഹം തൽക്കാലം ഒഴിവായിരിക്കുകയാണ്. ഇനി അൽബോസിന്റെ ഊഴമാണ്. അൽബോസ് മറുപടി പറഞ്ഞോളൂ. ഇവിടെ സുരേഷ് ഗോപി, ഞാൻ അതിലേക്ക് തന്നെ വരിക, പർപ്പസ്ഫുള്ളായിട്ട് അതിലേക്ക് വരിക. സുരേഷ് ഗോപി ജയിച്ചതിന് അസൂയുള്ള ഒരാളല്ല ഞാൻ. നിങ്ങൾ ഇപ്പൊ ജയചന്ദ്രൻ മാസ്റ്റർ ഈ ചർച്ചയിൽ പറഞ്ഞ ഇത്രയും വാശിയും വാദവും ഒന്നും വെക്കേണ്ട. സുരേഷ് ഗോപി പറഞ്ഞാൽ മതി, ഞാൻ NDAയുടെ ഭാഗമായി അതിശക്തമായ പോരാട്ടത്തിലൂടെ ഞങ്ങൾക്കുണ്ടായ രാഷ്ട്രീയ വിജയമാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് അദ്ദേഹം പറയുന്നില്ല എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ കണ്ടിട്ടാണ്, അദ്ദേഹത്തിന്റെ വളരെ കൃത്യമായ ഇന്റർവ്യൂകൾ കണ്ടിട്ടാണ് ഞാനത് പറഞ്ഞത്. നിങ്ങൾ ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു, ഞാൻ ഇടപെട്ടോ? ഞാൻ കേട്ടിരിക്കലായിരുന്നു. ഞാൻ അല്പം ദേഷ്യപ്പെട്ടത് മഞ്ജുഷിനോട് വ്യക്തിപരമായി തന്നെയാണ് ദേഷ്യപ്പെട്ടത്. മഞ്ജുഷുമായി പങ്കെടുത്ത പല ചർച്ചകളിലും മഞ്ജുഷ് എടുക്കുന്ന ഒരു എക്സ്ട്രീം നിലപാടുണ്ട്. ചില സന്ദർഭങ്ങളിൽ കോൺഗ്രസിനും UDFനും എതിരായിട്ട് വിഷയത്തിനപ്പുറമുള്ള ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അത് ഞാൻ മഞ്ജുഷിനോട് പേഴ്സണലായിട്ട് തന്നെ റിയാക്ട് ചെയ്തത്. ഒരു തർക്കവും വേണ്ട. മനസ്സിലായില്ലേ? അത് BJP എന്നുള്ള നിലയിൽ വന്ന പ്രതിനിധി നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ തർക്കിച്ചില്ലല്ലോ. CPM പ്രതിനിധി പറഞ്ഞപ്പോൾ ഞാൻ തർക്കിച്ചില്ലല്ലോ. മഞ്ജുഷ് അത് ഒരു അജണ്ടയായി ഞാനിവിടുത്തെ ചർച്ചയുടെ ഹെഡിങ്സിൽ പോലും ഒരിടത്ത് പോലും കോൺഗ്രസിനെതിരെ ഒരു കാര്യവും എഴുതി വെച്ചിട്ടില്ല. ഇന്നത്തെ ചർച്ച മുഖ്യമന്ത്രി തിരുത്തേണ്ടേ എന്നുള്ളതായിരുന്നു. അപ്പോൾ താങ്കൾ വന്ന് പർപ്പസ്ഫുള്ളി അവതരിപ്പിച്ചു, അത്രേ ഉള്ളൂ. ശരി, അത് തർക്കം വേണ്ട, ഇനി സമയം കഴിഞ്ഞു. അതുകൊണ്ട് താങ്കൾ പറഞ്ഞോളൂ. അങ്ങനല്ല. BJP പ്രതിനിധി ഈ ചർച്ചയിൽ അവർക്കെന്തോ ലോകം കീഴടക്കി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണയോ ധാരണ പിശകുകളോ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഒരു വിജയത്തെ നിങ്ങൾ മഹത്വവൽക്കരിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം ഉണ്ടാകേണ്ടത് രാമക്ഷേത്രം ഇരിക്കുന്നിടത്താണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കണ്ടേ? പ്രധാനമന്ത്രി മത്സരിച്ച ജില്ലയിലാണെന്ന് ചൂണ്ടിക്കാണിക്കണ്ടേ? 4-5 ലക്ഷം വോട്ട് കിട്ടിയ പ്രധാനമന്ത്രിയുടെ വോട്ട് 1.5 ലക്ഷത്തിലേക്ക് കുറയുമ്പോൾ അത് ഞാൻ ചൂണ്ടിക്കാണിക്കണ്ടേ? ആ പരാജയമല്ലേ ഏറ്റവും വലിയ പരാജയം? രാജ്യവും കിരീടവും ചെങ്കോലും വെച്ച് നടന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അതിന്റെ രാഷ്ട്രീയ ബാധ്യതയല്ലേ? ഇവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് ഒരു മാർക്കിട്ടാൽ 100 മാർക്കിട്ടാൽ 0 അല്ലാതെ 1 എന്ന് പോലും ഇടാൻ പറ്റാത്ത അന്തരീക്ഷത്തിലല്ലേ കേരളത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊരു വിഷയത്തിലല്ലല്ലോ. കൂർലോസ് തിരുമേനിക്കെതിരെ ഉണ്ടായ പ്രഖ്യാപനം മാത്രമല്ലെന്നേ, ഇതൊരു നിത്യത്തൊഴിൽ അഭ്യാസം എന്നുള്ള നിലയിൽ പരാജയപ്പെടുമ്പോഴും വിമർശിക്കപ്പെടുമ്പോഴും വിമർശനം ഏറ്റുവാങ്ങുമ്പോഴും സ്ഥിരമായി മുഖ്യമന്ത്രിയുടെ ശൈലിയാണ്. എതിരാളികളെ ആക്ഷേപിക്കുക, വ്യക്തിഹത്യ ചെയ്യുക, സഭയെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ ഇകഴ്ത്തുക, വളരെ മോശം പരാമർശങ്ങൾ നടത്തുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ സ്ഥിരം ശൈലിയാണ്. ആ സ്ഥിരം ശൈലി കൊണ്ടാണ് 2019-ലും ഇപ്പോൾ ഈ 2024-ലും ഇത്രയും ശക്തമായ ഷോക്ക് ട്രീറ്റ്മെന്റ്. അത് BJPയുടെ രാഷ്ട്രീയ വിജയമല്ല, മുഖ്യമന്ത്രിയെ തിരുത്താൻ വേണ്ടി ആ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയത്തിനെതിരായി പിണറായി വിരുദ്ധത ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പറഞ്ഞു എന്ന് പറയുന്ന വാർത്തകളിലൂടെ നമ്മൾ അറിയുന്ന പരാമർശം പിണറായി വിരുദ്ധത ആഞ്ഞടിച്ചിട്ടുണ്ടെന്നേ. അത് CPMകാർക്കറിയാം, ഞങ്ങൾക്കറിയാമല്ലോ. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ വോട്ട് മുഴുവൻ CPMന്റെ വോട്ട് മുഴുവൻ BJPയിലേക്ക് പോയെന്നും എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ മൊഹമ്മ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ UDF ലീഡ് ചെയ്തിട്ടില്ലാത്ത CPMന്റെ ഉരുക്ക് കോട്ടയ, അവിടെ KC വേണുഗോപാൽ ലീഡാന്നേ ചരിത്രത്തിൽ ആദ്യമായിട്ട്. അത് CPMമാർ ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാന്നേ. അപ്പൊ ഒരു രീതിയിലും CPMന്റെ അണികളായിട്ടുള്ള ആളുകൾക്ക് സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് മുഖ്യമന്ത്രി പോയിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹം വലിയ വില കൊടുത്തു.
അതിൽ ചിലയിടത്ത് വോട്ട് വർധനവ് BJPക്ക് ഉണ്ടായി, NDAക്ക് ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ വിജയം ഉണ്ടാകുന്നെങ്കിൽ എവിടെയാ ഉണ്ടാകേണ്ടത്? രാഷ്ട്രീയ വിജയം BJPക്ക് ഉണ്ടാകണമെങ്കിൽ എവിടെയാ ഉണ്ടാകേണ്ടത്? രാജഗോപാലും ശശി തരൂരും കൂടെ മത്സരിച്ചപ്പോൾ ശശി തരൂർ 15,000 വോട്ടാണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചത്, അല്ലേ? ഒരു കേന്ദ്രമന്ത്രിയായിട്ടിരുന്ന ആളാണെന്നേ പറയാവുള്ളൂ. നിലവിൽ കേന്ദ്രമന്ത്രിയായി വന്ന് ഒരു കോടീശ്വരനായിട്ടുള്ള ഒരുപാട് കാലം മുമ്പ് തൊട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് കൂടിയായ രാജീവ് ചന്ദ്രശേഖർ വന്നിറങ്ങിയല്ലോ. രാജഗോപാലും 15,000 വോട്ടിനാ തോറ്റത്, രാജീവ് ചന്ദ്രശേഖറും 15,000 വോട്ടിനാ തോറ്റത്. അതുകൊണ്ട് അത് അവിടെ വലിയ പ്രതിഭാസമുണ്ടായി എന്ന് നിങ്ങൾ പറയേണ്ടെന്ന് ഞാൻ ആ നിലയിൽ തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിങ്ങൾക്ക് വോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അത് CPM പരിശോധിക്കട്ടെ, LDF പരിശോധിക്കട്ടെ. ഞങ്ങൾക്ക് 2014-ലും 19-ലും കിട്ടിയതിനേക്കാൾ 5,000 വോട്ട് കൂടുതലാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 20 പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു സീറ്റിൽ ഞങ്ങൾ തോറ്റു. എവിടെയാ? ആലത്തൂർ തോറ്റു. അല്ലാതെ ഞങ്ങൾ മുരളീധരൻ 3ാം സ്ഥാനത്ത് പോയിട്ടുണ്ടെങ്കിൽ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെ നേമത്ത് വന്ന് മത്സരിച്ചപ്പോഴും 3ാം സ്ഥാനത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് BJPയുടെ അക്കൗണ്ട് അവിടെ തൃശ്ശൂരിൽ തോൽക്കാൻ വേണ്ടി മത്സരിച്ചതാണ്. BJPയെ തോൽപ്പിക്കാൻ വേണ്ടി വന്നു, അല്ല BJPയെ തോൽപ്പിക്കാൻ വേണ്ടി വന്നു, അങ്ങനെ തോൽക്കാൻ വേണ്ടി മത്സരിച്ചതാണ്. ഇങ്ങനെ ഇകഴ്ത്താതെ ശ്രീ അനിൽ ബോസ്. അല്ല, തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ മടുത്തിട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെല്ലാവരും മഞ്ജുഷ, ഞാൻ പറയുന്നത് താങ്കൾ അസ്വസ്ഥത കാണിക്കാതെ, താങ്കളുടെ സംഖ്യ ഉണരാതെ. താങ്കളുടെ നേതാവിനെയാണ് തള്ളി പറയുന്നത്. താങ്കളുടെ നേതാവിനെയാണ് തുടർച്ചയായിട്ട് ഇവിടെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുരളീധരൻ 3ാം സ്ഥാനത്ത് പോകാൻ വേണ്ടിയാണ് മത്സരിക്കുന്നതൊക്കെ അദ്ദേഹം കേൾക്കണ്ട. അദ്ദേഹം കേൾക്കണ്ട. അല്ല, അദ്ദേഹം കേട്ടാലും കുഴപ്പമില്ല. അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ വിവേകമുള്ള രാഷ്ട്രീയ നേതാവാ. ഞാൻ പറഞ്ഞത് രാജഗോപാൽ നേമത്ത് ജയിച്ചപ്പോൾ ആ അക്കൗണ്ട് പൂട്ടിച്ചതിന്റെ ക്രെഡിറ്റ് K മുരളീധരനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 3ാം സ്ഥാനത്ത് പോയി. അവിടെ ഞങ്ങൾക്ക് അതിന്റെ അകത്ത് പാളിച്ചുള്ളത് ഞങ്ങൾ പരിശോധിക്കും. പക്ഷെ പോയത് 22,600 വോട്ടേ ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുള്ളൂ. അപ്പോഴും മനസ്സിലായിക്കോണം, 10-60,000 വോട്ടിന് മുകളിൽ പോയത് ഇടതുപക്ഷത്തിനാണ്. അവരാണ് പരിശോധിക്കേണ്ടത്. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചോളാന്നേ. ഞങ്ങൾ പരിശോധിച്ചോളാം. മുരളീധരനെ എങ്ങനെ ബഹുമാനിക്കണം, ഏതൊക്കെ പദവികൾ. സമൂഹത്തിൽ തൃശ്ശൂരിൽ TN പ്രതാപൻ 4 ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ നേടി കുതിച്ച് 1 ലക്ഷത്തിനടുത്ത് വോട്ടുകൾക്കാണ് ജയിച്ചത് അന്ന് സാർ. എല്ലാ തെരഞ്ഞെടുപ്പും ഒരുപോലെ അല്ല എന്നേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷം വോട്ടിനാണെന്നേ ശശി തരൂർ അവിടെ ജയിച്ചത്. താങ്കൾ നിസ്സാരമായി ഒരു 22,000 കണക്ക് പറയുന്നത് എന്താണെന്നാണ് എനിക്കത് മനസ്സിലാവുന്നില്ല. അല്ല, എന്റെ തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താം. 22,000 കണക്ക് പറയുന്നത് എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? തൃശ്ശൂർ ലോക്സഭയാണോ? അല്ല, അത് കൃത്യം ലോക്സഭയിൽ തൃശൂർ ജില്ലയിൽ ഞങ്ങൾക്ക് കോർപ്പറേഷൻ ഭരണമില്ല. ഞങ്ങൾക്ക് അവിടെ ഒരു MLA പോലുമില്ല. രാഷ്ട്രീയമായി ഞങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പിന്നോക്കം നിൽക്കുന്ന സംഘടനാ ദൗർബല്യങ്ങളുള്ള ജില്ലയാണ്. മനസ്സിലായിക്കോ? തുറന്ന് ഞാൻ പറയുകയാണ്. കേൾക്കുന്ന UDFകാരോട് അറിയാൻ പറയുക, തമ്മിൽ തല്ലുന്ന ആളുകളും കൂടി അറിയാനാണ് ഞാനിത് പറയുന്നത്. അവിടെ തോറ്റു എന്ന് പറയുമ്പോഴും 3ാം സ്ഥാനത്ത് പോയി എന്ന് പറയുമ്പോഴും 2014-ലും 19-ലും ഉള്ളതിനേക്കാൾ 22,600 വോട്ടേ കുറഞ്ഞുള്ളൂ. ചരിത്ര വിജയം 18 സീറ്റിൽ നേടി 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവും 4 ലക്ഷവും വോട്ട് ലീഡ് മേടിച്ച് ജയിക്കുന്നിടത്ത് തമ്മിൽ തല്ലാൻ പോകുന്നത് ശുദ്ധ മര്യാദകേടാണ് എന്നുകൂടിയാണ് ഞാൻ ഈ ചർച്ചയിൽ പറയുന്നത്. തോൽവിയുണ്ടാവും, തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടാവും. ഒരു വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ചിലപ്പോൾ തോറ്റുപോയെന്ന് വരാം, 0 വോട്ടായി പോയെന്ന് വരാം. പക്ഷെ വർഗീയതയ്ക്കെതിരെ പോരാട്ടം നടത്തുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്ന മുരളീധരന്റെ മഹത്വത്തെ നിങ്ങൾ അപഹസിച്ചാൽ, താങ്കളാണ് എന്നോട് അത് പറയുന്നത്. മുരളീധരനെയും സുരേഷ് ഗോപിയെയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ജയിച്ചയാളിന് തന്നെയാണ് മഹത്വം. അരാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലല്ല, താങ്കളാണ് മുരളീധരനെ തള്ളിപ്പറഞ്ഞത്. 3ാം സ്ഥാനത്ത് എത്താൻ വേണ്ടി മത്സരിച്ച താങ്കളാണ് ചരിത്രം. നേമത്ത് മുരളീധരനൊരു ചീത്തപ്പേരുണ്ട്. ചീത്തപ്പേരുണ്ട്. അതാണല്ലോ പിന്നീട് LDF ഉപയോഗപ്പെടുത്തിയത്. ഞങ്ങളാണ് ആ അക്കൗണ്ട് പൂട്ടിച്ചത് എന്ന് LDF ഉപയോഗപ്പെടുത്തിയത് അതുകൊണ്ടാണല്ലോ. താങ്കൾക്ക് അതും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ താങ്കൾ വന്ന് പറയുന്നത് തുടർച്ചയായിട്ട് 3ാം സ്ഥാനത്ത് എത്താൻ മത്സരിക്കുന്നയാളാണ് K മുരളീധരൻ എന്ന് പറഞ്ഞ് താങ്കളാണ്. എന്നിട്ട് അത് എന്റെ തലയിലേക്ക് കെട്ടിവെക്കണ്ട. മഞ്ജുഷേ, ഈ ചർച്ച യൂട്യൂബിൽ അവൈലബിൾ ആകും, നിങ്ങളുടെ ചാനലിൽ ഫേസ്ബുക്കിൽ അടക്കം അവൈലബിൾ ആകും. താങ്കൾ അത് വീണ്ടും ഒന്ന് കേട്ടു നോക്കുക. സാമാന്യ മര്യാദ. ശരി, ഞാൻ ഒരു അവസരം TP ജയചന്ദ്രൻ കൊടുക്കുകയാണ്. ഞാൻ TP ജയചന്ദ്രൻ എന്തെങ്കിലും പറയാനുണ്ടോ ബാക്കി? അല്ല, ഒന്നുമില്ല. അനിൽ ബോസ് എന്താണ് അസ്വസ്ഥനാകുന്നത്? ഈ തെരഞ്ഞെടുപ്പില് ഐക്യജനാധിപത്യ മുന്നണിയുടെ പലർക്കും സ്ഥാനാർത്ഥികളാവാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ജോഡോ യാത്രയിൽ പോയപ്പോഴ്
കൊല്ലം സീറ്റിന് ആവശ്യപ്പെട്ട തുകയെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. ഒരുപക്ഷെ ഈ വിജയത്തിനിടയിലും ഇത്തരം വസ്തുതകളുണ്ട്. അത് ഒരിടത്തു മാത്രമല്ല. ഈ വോട്ട് 22,000 വോട്ട് പറയുമ്പോഴും തമ്മിൽ തല്ലുന്നവരോട് ആത്മരോഷം കൊള്ളുന്ന അനിൽ ബോസിനോട് ഞാൻ പറയുന്നത്, നിങ്ങൾ BJPയോട് ആത്മരോഷം കൊള്ളേണ്ട കാര്യമില്ല. കാരണം കേരളത്തിൽ BJP ആണ് നേട്ടമുണ്ടാക്കിയത്. അത് കോൺഗ്രസിന്റെ പരമ്പരാഗത കോട്ട കൊത്തളങ്ങളിൽ പോലും കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ ചെറുക്കാനുള്ള തന്ത്രങ്ങളും പരിപാടികളും തയ്യാറാക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. തിരിച്ചതിനെ പ്രതിരോധിക്കാനും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള അവകാശവും അധികാരവും ഞങ്ങൾക്കുമുണ്ട്. ആ രാഷ്ട്രീയം കേരളം നടത്തട്ടെ. പകരം ഈ തരത്തിൽ രോഷം കൊള്ളുന്നതും ആങ്കറോട് തട്ടിക്കയറുന്നതും എന്തിനാണ്? ഇവിടെ ഒരു വസ്തുതയില്ലേ? 14 ലോക്സഭാ മണ്ഡലത്തിൽ നിങ്ങൾക്ക് വോട്ട് കുറഞ്ഞു എന്തുകൊണ്ട് ഞാൻ ചോദിച്ചതിന് ഉത്തരമില്ല. വടകരയിൽ പച്ച വർഗീയത കളിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇടതുപക്ഷവുമായി വളരെ മാർജിനലായിട്ട് തട്ടുകൾക്കും 19-18 ആകുമ്പോഴും നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ കേരളം തയ്യാറാവാതിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് എന്നതിന്റെ സൂചനയല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് BJP എനിക്ക് ഈ 22,000 കണക്ക് ഇതുവരെ മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞത്, അനിൽ ബോസ് താങ്കൾ ആ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കുക. 22,000 വോട്ടൊന്നും അല്ല അവിടെ UDF കുറഞ്ഞത് സാർ. എനിക്ക് TN പ്രതാപൻ 4,15,000 വോട്ടുകൾ നേടിയ ഒരു മണ്ഡലത്തിലാണ് 3,28,000 മൂന്നാം സ്ഥാനത്ത് പോയി നാണം കെട്ട തോൽവി K മുരളീധരൻ ഉണ്ടായത്. എന്നിട്ട് താങ്കൾ 22,000 കണക്കിൽ പിടിക്കരുതേ. കാരണം എത്രയാണ്? ഏതാണ്ട് 88,000 മര്യാദയില്ലാത്ത തെമ്മാടിത്തരം നിറഞ്ഞ വാക്കുകൾ കണക്കിൽ ആദ്യം തൊട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് തെറ്റായ കണക്കുകൾ ഇവിടെ പറയേണ്ട. 22,000 കണക്ക് വെച്ച് തന്നെ പറയുന്നത്. നമുക്ക് തർക്കിക്കാം. നിങ്ങൾക്ക് കോൺഗ്രസിന്റെ തോൽവി പറയുമ്പോൾ നാണം കെട്ടതാകുന്നതും അല്ലല്ല, തൃശൂർ മണ്ഡലത്തിൽ എന്താണ് 22,000 കണക്ക്? താങ്കൾ പറയൂ, ഞാനും പറയാം. അത് തന്നെ പറഞ്ഞത്. എവിടെയാണ് 22,000 കണക്ക്? ഇക്വേറ്റ് ചെയ്യല്ല. ഞാൻ പറഞ്ഞുതരാം. അല്ലല്ല, ഞാൻ ജയചന്ദ്രൻ പറഞ്ഞപ്പോൾ ഞാൻ തർക്കിച്ചില്ലല്ലോ. നിങ്ങൾക്ക് രാഷ്ട്രീയമായി പറയാനുള്ള ധാർമ്മികമായ അവകാശമുള്ളത് കൊണ്ട് ഞാൻ അതിൽ തർക്കിച്ചില്ല. നിങ്ങൾക്കത് പറയാം. പക്ഷെ മഞ്ജുഷ എന്ന് പറയുന്ന ആങ്കറുടെ ഭാഗത്തുനിന്ന് അനധികൃതമായ പ്രയോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എതിർക്കും. ഒരു അനധികൃതമല്ല. 2019 4,15,000 വോട്ട് TN പ്രതാപന് കിട്ടിയെടുത്ത് 3,28,000 വോട്ടുകൾ മാത്രമാണ് K മുരളീധരന് കിട്ടിയത്. അവിടെ എങ്ങനെയാണ് 22,000 വോട്ടിന്റെ കുറവെന്ന് താങ്കൾ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നത്? ഒരൊറ്റ സെക്കൻഡ്, അത്രേ ഉള്ളൂ. അത് കണക്കാണ്. പ്ലീസ്, ഞാൻ ഇത് കാണാതെ പഠിച്ചോണ്ട് വരുമല്ലോ. ഇല്ല, കാണാതല്ല. താങ്കൾ ആ കണക്കല്ല കറക്റ്റ്. അതുകൊണ്ടാണ് പറയുന്നത്. സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ റെഫർ ചെയ്യണ്ട. ഞാനിപ്പോ പറയാലോ. ഒരൊറ്റ സെക്കൻഡ് മതി എനിക്ക്. അല്ല, ഒറ്റ സെക്കൻഡ് ഞാൻ അല്ല, ഇത് 3:37 സുനിൽ നേടി, 3:28 K മുരളീധരൻ നേടി, 4:12 സുരേഷ് ഗോപി നേടി. ഇതിലെന്താണ് തെറ്റെന്താണ്? അല്ല, 10 വർഷം കൊണ്ട് 3 ലക്ഷത്തിലേറെ വോട്ടുകളുടെ വർധനവ് തൃശ്ശൂരിൽ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ. BJPയുടെ കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പല ഘട്ടങ്ങളിലായിട്ട് 2014 നിന്ന് 2024 എത്തുമ്പോൾ, അല്ല ഒരു സെക്കൻഡ്, 2014 നിന്ന് 2024 എത്തുമ്പോൾ അവിടെ LDFൽ നിന്ന് 51,557 വോട്ടും കോൺഗ്രസിന് 22,858 വോട്ടാണ് ചോർന്നു പോയിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള കണക്കാണ്. ഇലക്ഷൻ കമ്മീഷന്റെ കണക്കിരിപ്പുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് എത്രയാണ്? 2019 അവിടെ TN പ്രതാപൻ എത്ര ലക്ഷം വോട്ടുകൾ നേടി? 4,15,000. നിങ്ങൾ അങ്ങനെ 4,15,000 നിന്ന് 3,28,000 മൈനസ് ചെയ്താൽ എത്ര വോട്ടുകളാണ്? പറഞ്ഞോളൂ. അത്രയും അത് ആ ഒരു മണ്ഡലത്തിലല്ല മഞ്ജുഷേ. തൃശൂർ ലോക്സഭാ മണ്ഡലമാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. തൃശൂർ ലോക്സഭാ മണ്ഡലം 2 ഇല്ലല്ലോ. അല്ല, ഞാൻ അത് തന്നെയാ പറയുന്നത്. ഞാൻ പറയുന്ന താങ്കൾ കേൾക്കൂ. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ചരിത്ര വിജയം 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ ഞാൻ ആലപ്പുഴയല്ല പറഞ്ഞത്. ഒരു തവണ കൂടി ഞാൻ പറയുകയാണ്. ഞാൻ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ കണക്ക് പറഞ്ഞപ്പോൾ താങ്കൾ എന്നെ എതിർക്കാനും എന്നോട് ദേഷ്യപ്പെടാനും ഉപയോഗിച്ചത് 22,000 വോട്ടുകൾ മാത്രമാണ് കുറഞ്ഞതെന്നാണ്. പക്ഷേ കൃത്യമായി കണക്ക് ഞാൻ പറയാം. TN പ്രതാപൻ 4,15,000 വോട്ടുകൾ നേടിയ തൃശൂരിൽ 2024 3,28,000 വോട്ടുകൾ മാത്രം നേടിയാണ് K മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയത്. അത് ഇലക്ഷൻ കമ്മീഷന്റെ കണക്കാണ്. എവിടെ വേണമെങ്കിലും ഞാൻ അതിൽ തർക്കിക്കാൻ തയ്യാറാണ്.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നാണം കെട്ട തോൽവിയാണ്. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. കഴിഞ്ഞ ചർച്ചയിൽ പങ്കെടുത്ത തെരഞ്ഞെടുപ്പിൽ എത്ര എല്ലാവർക്കും. ശതമാനം വോട്ട് പോൾ ചെയ്തു? ഈ തെരഞ്ഞെടുപ്പിൽ എത്ര ശതമാനം വോട്ട് പോൾ ചെയ്തു? പോൾ ചെയ്ത കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര ശതമാനം വോട്ടുകളാണ് അവിടെ വോട്ട് പോൾ പോൾ ചെയ്തു? ചെയ്തത്. ഈ ശരി, തെരഞ്ഞെടുപ്പിൽ എത്ര ഞാൻ ശതമാനം വോട്ട് പോൾ അവസാനിപ്പിക്കുകയാണ്. ചെയ്തു? ഈ കണക്ക് താങ്കൾക്ക് തർക്കിക്കാൻ പറ്റുമോ? പോൾ 24,000 ചെയ്തത് വോട്ടുകൾ മാത്രമാണ് അതാണ് കുറഞ്ഞത്. അവിടെയാണ് ഉത്തരം. എന്ത്? അവിടെയാണ് ഉത്തരം. എന്താണ്? അവിടെയാണ് എന്താണ് ഉത്തരം? അവിടെ 22,600 വോട്ടുകളുടെ കുറവ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന പോളിംഗ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടില്ല മഞ്ജുഷ. അവിടെ എന്റെ സാറേ, അവിടെ ആലപ്പുഴയിലും ഇനിയും ഞാൻ പറയണോ 4, 15, 3, 28 തമ്മിലുള്ള വ്യത്യാസം. ശരി, ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി തിരിച്ചറിഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രിക്കാകുമോ? ആകുമെന്ന് 19% പ്രേക്ഷകർ മാത്രം, ഇല്ല എന്ന് 79%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.